സെലോണിയ സ്ക്രീൻ കാണുന്നുണ്ടോ നോക്ക്. കാണുന്നുണ്ട്. എന്താ സ്ക്രീനിലുള്ള ചെയിൻ റൂൾ? ചെയിൻ റൂൾ ആണ് ആദ്യം എടുക്കുക. അത് കഴിഞ്ഞാൽ എന്താണ് ഉള്ളത് സ്ക്രീനിൽ? മാക്സിമ ആൻഡ് മിനിമ. മാക്സിമ ആൻഡ് മിനിമ ഇത് രണ്ടും സെക്കൻഡ് മൊഡ്യൂൾ ഉള്ളതാണ്. അത് കഴിഞ്ഞാൽ എന്താ ഉള്ളത് നോക്ക്. ഡബിൾ ഇന്റഗ്രൽസ്. ഡബിൾ ഇന്റഗ്രൽ അത് തേർഡ് മൊഡ്യൂളിലുള്ളതാണ്. എന്താണുള്ളത് നോക്ക്. റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. അത് തേർഡ് മൊഡ്യൂളാണ്. ഡബിൾ ഇന്റഗ്രൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും കൂടെ റിവേഴ്സ് ചെയ്യുന്നതിനാണ് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് നോക്ക്, വായിക്ക്. സെലോണിയ വായിക്കാൻ പറ്റുന്നുണ്ടോ? ഏരിയാസ് ആൻഡ് വോളിയം. ഏരിയയും വോളിയം എങ്ങനെയാണ് ഡബിൾ ഇന്റഗ്രലിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് പറയാം. ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വോളിയവും ഏരിയയും വോളിയവും കണ്ടുപിടിക്കാം. അതാണ് ഫൈൻഡിങ് ഏരിയാസ് ആൻഡ് വോളിയംസ്. ദെൻ സെലോണിയ വായിക്ക്. ട്രിപ്പിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്നതെന്ന്, ട്രിപ്പിൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ട്രിപ്പിൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇതിൽ നമ്മൾ എടുക്കുക. ഇത് വായിക്ക്. കാണുന്നുണ്ട് സെലോണിയ? കാണുന്നുണ്ട്. റെക്ടാങ്കുലർ, സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ് അല്ലേ? മൂന്ന് കോർഡിനേറ്റ്. റെക്ടാങ്കുലർ കോർഡിനേറ്റ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്, തേർഡ് വൺ സ്പെറിക്കൽ കോർഡിനേറ്റ്. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഏറ്റവും അവസാനത്തെ എന്താ നോക്ക്. ട്രിപ്പിൾ ഇന്റഗ്രൽസ് ഇൻ സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. ട്രിപ്പിൾ ഇന്റഗ്രൽ ഇൻ സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് എടുക്കും. 2 hours കൊണ്ടാണ് എടുക്കുക. ഓക്കെ, ആദ്യം നമ്മൾ എടുക്കുക ചെയിൻ റൂൾ ആണ്. കാണുന്നുണ്ടോ സെലോണിയ? കാണുന്നുണ്ട്. ഞാനിത് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഇത് എക്സാമ്പിൾ നമ്പർ 1 വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഒന്ന് വായിച്ചേ. Find dy by dt when y equal to sin x where x equal to t square. ഓക്കെ. ഇത് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ ഇനി വലുതാക്കണോ? സ്ക്രീൻ വലുതാക്കണോ? കുറച്ച് വലുതായിക്കോ. കുറച്ച് വലുതാക്കാം. മതിയോ? വലുതായോ? സെലോണിയ കേൾക്കുന്നുണ്ടോ? മതി സർ. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന നീ ഒന്ന് വായിക്കണം. ഒന്നും കൂടെ വായിക്കണം. വായിക്കോ. വായിച്ചോ സർ. dy by dt when y equal to sin x where x equal to t square. dy by dt ആണ് കാണേണ്ടത്. y തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് x ഇൻ ടേംസ് ഓഫ് t സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ dy by dt എന്ന് പറഞ്ഞാൽ dy by dx into dy by dt ആണ്. dx by dt ആണ്. മനസ്സിലായോ? dy by dt equal to dy by dx into dy by dx into dx by dt ആണ്. അതാണ് ചെയിൻ റൂൾ ഫസ്റ്റ് വൺ. ഇതാ നമുക്ക് ഇതാ ഒന്ന് വായിച്ചേ സെലോണിയ, വായിക്കേ. dy by dt equal to dy by dx into dx by dt. വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ dy by dx എന്താണ്? y equal to sin x. അപ്പൊ dy by dx എന്താണ്? cos x into cos x. dx by dt എന്താണ്? 2t. അല്ല, x equal to t സ്ക്വയർ. അങ്ങനെയാണ് dx by dt യോ? x equal to t സ്ക്വയർ ആണെങ്കിൽ dx by dt. ഓക്കെ, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൾ. വേറെ ഒന്നും ഡൗട്ട് വേണ്ട. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്താ dy by dx എന്ന് പറയുന്നത് cos x into 2t. അവിടെ x ഉണ്ടാകാൻ പാടില്ല. അപ്പൊ cos x ന് പോലെ എന്തെഴുതും? cos x into 2t.
എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ. അപ്പൊ കോസ് ടി സ്ക്വയർ ഇൻറ്റു 2t. മനസ്സിലായോ? ഇത് കണ്ട കോസ് ടി സ്ക്വയർ ഇൻറ്റു 2t. മനസ്സിലായില്ലേ? മനസ്സിലായോ? മനസ്സിലായി. ഇത് നമ്മൾ അടിച്ചു മിനിച്ചങ്ങ് പോവും. ഇതണ്ട, ഇതാണ് ഇത്. ഇനി ചെയിൻ റൂൾ നമ്മൾ ഓരോന്നോരാ. ഇനി z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ വായിക്ക് സലോണിയ, വായിക്ക്. dz by dt equal to dou z by dou x into dx by dt plus dou z by dou y into dy by dt. അത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം അങ്ങ് ചെയ്യും നമ്മള്. അത്രേ ഉള്ളൂ. ഇതാ ഇതിവിടെ y ആണ്. ഓക്കെ, ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ്. സെഡിന് പോരാൻ ഡബ്ല്യു ആണ്. അപ്പൊ ഡബ്ല്യു തന്നിട്ടുണ്ട്, എക്സും വൈയും തന്നിട്ടുണ്ട്, ടി ഈക്വൽ ടു പൈ ബൈ 4. അപ്പൊ ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡോ ഡബ്ല്യു ബൈ ഡോ, അല്ല ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു ഇതാ ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു ഇവിടെ നമ്മൾ പറയും ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ടി. അല്ലെ? മനസ്സിലായില്ലേ? ഒന്നും കൂടെ ഞാൻ പറയാം. ഡോ ഡബ്ല്യു ബൈ ഡോ ടി ആണ് കാണേണ്ടത്. ഡോ ഡബ്ല്യു ബൈ ഡി ഡബ്ല്യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. മനസ്സിലായ സലോണിയ? മനസ്സിലായി. ഒന്ന് പറഞ്ഞേ. ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മള് ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആദ്യം ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പിന്നെ എക്സിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പിന്നെ ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പിന്നെ വൈയെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഡബ്ല്യുവിനെ ആദ്യം എന്തുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം സലോണിയ? എക്സ് കൊണ്ട്. ഇനി ഞാനുണ്ടല്ലോ ഡബ്ല്യുവിനെ, ഇനി ഞാൻ പറയാം ഡബ്ല്യു ഈക്വൽ ടു ഇത് ഒറ്റ വളരെ സിമ്പിൾ ആണ്. എഫ് ഓഫ് എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. എക്സ് ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. എഴുതിയത് കണ്ടില്ലേ സലോണിയ? കാണുന്നുണ്ട്. ഡബ്ല്യു എന്തിന്റെ ഫംഗ്ഷൻ ആണ്? എക്സ് വൈ സെഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി. വെരി ഗുഡ്. അത്രയേ ഉള്ളൂ. ചെയിൻ റൂൾ തീർന്നു. മനസ്സിലായില്ലേ? അത് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാ ഒരു ഇത് ഇവിടെ ഡബ്ല്യു എന്താണ്? ഡബ്ല്യു എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡി ഡബ്ല്യു ബൈ ഡി ടി ടി ആണ്. ഡി ഡബ്ല്യു ബൈ ഡി ടി ടിയുടെ ഫോർമുല പറഞ്ഞേ. ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ഇൻറ്റു, അല്ലല്ല, എക്സ് ആണ്. എക്സ് വിത്ത് റെസ്പെക്ട് ഡബ്ല്യു എക്സിലാണുള്ളത്. പറഞ്ഞോ. എക്സ് ആണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഡി തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തീറ്റയ്ക്ക് ബൈ ബൈ 2 കൊടുക്കണം. കണ്ടോ? അതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. കണ്ടോ? ഇത് എഴുതി ചെയ്തണ്ട. ഇത് കണ്ട എഴുതി കണ്ടോ? ഇത്രയേ ഉള്ളൂ. അതങ്ങ് ചെയ്തോളുക. അപ്പൊ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടും, വൈ കിട്ടും അല്ലേ? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്തായിരിക്കും? ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എക്സ് അല്ലേ കിട്ടുക? ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്താ? ഡോ എക്സ് ബൈ ഡോ തീറ്റ ഡി എക്സ് ബൈ ഡി തീറ്റ എന്താ? മൈനസ് സൈൻ തീറ്റ. വെരി ഗുഡ്. ഡി വൈ ബൈ ഡി തീറ്റയോ? കോസ് തീറ്റ. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട? അതാണ് കണ്ട ഇവിടെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതാണ് ചെയിൻ റൂൾ. 3 വേരിയബിളിന്റെ നമ്മൾ കണ്ട 3 വേരിയബിളിന്റെ എക്സും വൈയും സെഡും ആണ് കണ്ട നമ്മൾ നേരത്തെ പറഞ്ഞത്. അത്രയേ ഉള്ളൂ.
മനസ്സിലായില്ല? ഇത് കണ്ട W equal to XY plus Z. അപ്പൊ ഡോ W ബൈ ഡോ എക്സ് എന്തായിരിക്കും? അവിടെ നോക്കുക, ഡോ W ബൈ ഡോ ടി ആണ്, നമുക്ക് വിത്ത് റെസ്പെക്ട് ആണ്. dW ബൈ ഡി ടി ഈക്വൽ ടു ഡോ W ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ഡി എക്സ് ബൈ ഡി ടി. ഉണ്ടോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് കണ്ട ഓക്കെ. ഡോ W ബൈ ഡോ എക്സ് എന്താണ്? ഡോ W ബൈ ഡോ എക്സ് എന്താണ്? ഡോ W ബൈ ഡോ എക്സ്. തീർന്നു. ഡോ W ബൈ ഡോ എക്സ് എന്താന്ന് പറഞ്ഞു? y. ഉണ്ടോ? അതാണ് ഇവിടെ എഴുതിയത്. Then dx by dt എന്താന്ന് നോക്കിയാ? dx by dt ഓക്കെ, വെരി ഗുഡ്. അത് കഴിഞ്ഞ് dw by dy എന്താന്ന് നോക്കിയേ? x. അത് കഴിഞ്ഞ് dy by dt എന്താന്ന് നോക്കിയേ? ഓക്കെ. അത് കഴിഞ്ഞ് dw by dz എന്താന്ന് നോക്കിയേ? 1. അത് കഴിഞ്ഞ് dz by dt എന്താന്ന് നോക്കിയേ? 1. ടിക്ക് പൈ ബൈ 2 കൊടുത്താൽ കിട്ടിയ വാല്യൂ കണ്ടോ? ഇത് കിട്ടും. മനസ്സിലായില്ല? നമ്മളിപ്പോ ചെയിൻ റൂൾ ഇവിടെ നിർത്തുകയാണ്. കൊട്ട സലോണിയ, ചെയിൻ റൂൾ മനസ്സിലായി? ഇത് ബാക്കിയുള്ള പ്രോബ്ലം ഒക്കെ അതുപോലെയൊക്കെ ചെയ്തോളുക. ഓക്കെ, വെരി സിമ്പിൾ. ഓക്കെ, ദെൻ വായിക്കേ സലോണിയ. മാക്സിമ ആൻഡ് മിനിമ. മാക്സിമ ആൻഡ് മിനിമ. ഇത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ടോണം. വളരെ മാക്സിമ. ഇത് കണ്ട, ഇതൊരു കുന്നാണ്. കുന്നിനെ നമ്മൾ ഇതുകൊണ്ട് വലിയ കുന്നുകൊണ്ട് ചെറിയ കുന്നുകൊണ്ട്, മനസ്സിലായില്ലേ സലോണിയ? ഇതൊരു ചെറിയ കുന്നാണ്, ഇതൊരു വലിയ കുന്നാണ്. ഈ ചെറിയ കുന്നിനെ നമ്മൾ റിലേറ്റീവ് മാക്സിമം എന്ന് പറയും. ഏറ്റവും വലിയ കുന്നിനെ അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയും. മനസ്സിലായോ? ഇനി ഇതൊരു ചെറിയ കുഴിയാണ്. ചെറിയ കുഴിയെ നമ്മൾ റിലേറ്റീവ് മിനിമം എന്ന് പറയും. ഏറ്റവും വലിയ കുഴിയെ നമ്മൾ അബ്സല്യൂട്ട് മിനിമം എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ കുറെ കുന്നുകൾ ഉണ്ടാവും. ആ കുന്നുകളെയൊക്കെ നമ്മൾ എന്ത് പറയും? റിലേറ്റീവ് മാക്സിമം എന്ന് പറയും. അതിൽ ഏറ്റവും വലിയ കുന്നിനെ നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയും. കുറെ കുഴികൾ ഉണ്ടാവും. ആ കുഴികളെയെല്ലാം നമ്മൾ റിലേറ്റീവ് മിനിമം എന്ന് പറയും. അതിൽ ഏറ്റവും കൂടുതൽ കുഴിയുള്ള കുഴിയെ നമ്മൾ അബ്സല്യൂട്ട് മിനിമം എന്ന് പറയും. മനസ്സിലായില്ലേ സലോണിയ? കേട്ടോ? കേട്ടു. ഓക്കെ ഓക്കെ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഇതൊന്ന് വായിച്ചേ സലോണിയ. എക്സാമ്പിൾ 2. f of xy equal to 2 plus 2x plus 2 plus 2x plus 2y minus x square minus y square. ഇപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമോ അബ്സല്യൂട്ട് മിനിമോ കാണേണ്ടത്. ഇപ്പൊ കാണുന്ന മെത്തേഡ് ഞാൻ പറയാം. ഇതില് ഈ ട്രയാങ്കിളിൽ എത്ര കോർണർ പോയിന്റ് ഉണ്ട്? എത്ര കോർണർ പോയിന്റ് ഉണ്ട് ഈ ട്രയാങ്കിളിന്? 3. 1 0 0 9 0 0 9. മനസ്സിലായില്ലേ? അപ്പൊ എക്സിനും വൈക്കും നമ്മൾ 0 0 കൊടുത്തു കഴിഞ്ഞാൽ f of 0 0 എത്രയായിരിക്കും കിട്ടുക? 2 അല്ലേ? അതുപോലെ എക്സിന് 9 ഉം വൈ ഈ പോയിന്റ് കൊടുക്കുക. ഈ പോയിന്റ് എക്സിന് 9 ഉം വൈക്ക് 0 ആണ്. അപ്പൊ f of 9 0 കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും. അതുപോലെ തന്നെ f of 0 9 കൊടുത്താൽ ഇവിടെ ഒരു വാല്യൂ കിട്ടും. മനസ്സിലായോ സലോണിയ? മനസ്സിലായി. ഇത് മൂന്നും ഒന്നുകിൽ മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും. മനസ്സിലായില്ലേ? അത് കൂടാതെ ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലും മാക്സിമവും മിനിമവും ഉണ്ടാകും. ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള മാക്സിമവും മിനിമവും കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 എന്ന് കൊടുക്കുക. എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. എഫ് വൈ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പൊ അത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എക്സും വൈയും കിട്ടും. ആ പോയിന്റിലെയും എഫ് ഓഫ് എക്സ് വൈ കാണണം. സലോണിയ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ആദ്യം ഈ എഫിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത നീ എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പം 1 1 എന്ന് പറയുന്ന പോയിന്റിൽ ഒന്നുകിൽ മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും. അപ്പൊ എക്സിന് 1 ഉം വൈക്ക് 1 ഉം കൊടുത്തു കഴിഞ്ഞാൽ 1 1 എത്ര കിട്ടി? 4 കിട്ടി. അപ്പം 4 ഒന്നുകിൽ മാക്സിമം ആയിരിക്കാം അല്ലെങ്കിൽ മിനിമം, റിലേറ്റീവ് മാക്സിമോ റിലേറ്റീവ് മിനിമോ ആയിരിക്കാം. അപ്പോൾ ഉള്ളിലുള്ള പോയിന്റ് കിട്ടിയില്ലേ? ഇനി നമ്മൾ ഈ ലൈന് എക്സ് ആക്സിസിൽ
ഒരു മാക്സിമം ഉണ്ടാവും. എക്സ് ആക്സിസിൽ ഒരു മാക്സിമം ഉണ്ടാവും. അത് കണ്ടുപിടിക്കുക. എക്സ് ആക്സിന്റെ പ്രത്യേകത എന്താ? y0 അല്ലേ? മനസ്സിലായില്ലേ? എക്സ് ആക്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? y0 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? y0 എന്ന് കൊടുക്കുക. അപ്പൊ ഇത് കിട്ടും. y0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇത് കിട്ടി, f(x0). സലോണിയ മനസ്സിലായില്ലേ? മനസ്സിലായി. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും, എക്സിന്റെ ഒരു വാല്യൂ കിട്ടും. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയേ. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് ഇതാണ് അതാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താ എക്സ് ഇതാണ് കിട്ടുന്നത്. f'(x) എന്ന് പറയുന്നത് എന്താന്ന് നോക്കിയേ. f(x(y) ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തേ. ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. 2 - 2x = 0. അപ്പൊ x എത്രയാ കിട്ടുക? 2 - 2x = 0 ആണെങ്കിൽ x = 1 എന്നാ കിട്ടുക. 2 അല്ലെ? അപ്പം 1. അപ്പം 1 3 ഒരു f'(x) = 0 എന്ന് എടുക്കുക. അപ്പൊ x = 1 കിട്ടും. അപ്പം 1 0 വാല്യൂ എത്രയാ? 3 അല്ലേ? സലോണിയ, എക്സിന് 1 ഉം വൈക്ക് 0 കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ് ആക്സിസിൽ ഒരു മാക്സിമം മിനിമം കിട്ടും. എക്സ് ആക്സിസിൽ കിട്ടിയ മാക്സിമം മിനിമം എത്രയാണ്? 3 അല്ലേ? ഇനി അതുപോലെ നമ്മൾ ഈ ലൈനിലെ ഹൈറ്റില്ലേ, ഈ y ആക്സിസില്ലേ, y ആക്സിൽ ഇങ്ങനെ ഈ പോകുന്ന ഈ y ആക്സിസിലും ഒരു മാക്സിമം മിനിമം ഉണ്ടാവും. അപ്പൊ y ആക്സിസിന്റെ y ആക്സിസ് എടുക്കാനായിട്ട് എക്സിന് എന്ത് ചെയ്യണം? 0 കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? എക്സിന് 0 കൊടുക്കുമ്പോൾ ഇതിനകത്ത് എക്സിന് 0 കൊടുത്തിട്ടൊന്ന് വായിച്ചേ. ഇത് എക്സിന് 0 കൊടുക്കുമ്പോൾ ഒന്ന് വായിച്ചേ. 2y - y². 2y - y² എന്ന് കിട്ടും. അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 - 2y = 0 അല്ലേ? 2 - 2y = 0. അതിന്റെ അന്ന് y-യുടെ വാല്യൂ എത്ര കിട്ടും? 1. അപ്പൊ അത് ഒരു വാല്യൂ ആണ്. അത് ഒരു വാല്യൂ ആണ്. അപ്പം അതാണ് അവിടെയും വാല്യൂ എത്രയായിരിക്കും? x = 0 y = 1 വാല്യൂ എത്രയായിരിക്കും? 3. മനസ്സിലായോ? അപ്പം x = 1 y = 0 3, x = 0 y = 1 3. അപ്പൊ നമുക്ക് എക്സ് ആക്സിസിലെ ഒരു മാക്സിമം കണ്ടുപിടിച്ചു, y ആക്സിസിലെ ഒരു മാക്സിമം കണ്ടുപിടിച്ചു. പിന്നെ ഈ ഹൈപ്പോട്ന്യൂസ് ഇല്ലേ, ഹൈപ്പോട്ന്യൂസ്, ആ ഹൈപ്പോട്ന്യൂസിലെ മാക്സിമം കണ്ടുപിടിക്കണം. ആ ഹൈപ്പോട്ന്യൂസ് എവിടെ നിന്ന് എങ്ങോട്ടാണ് യോജിച്ചിരിക്കുന്നത്? 0,9 നിന്ന് 90 മനസ്സിലായോ? അപ്പോൾ അതിൽ എക്സ് ആക്സിൽ എവിടെയാ ഇന്റർസെക്ട് ചെയ്യുന്ന? 9 y ആക്സിൽ എവിടെയാ ഇന്റർസെക്ട് ചെയ്യുന്നത്? 9 മനസ്സിലായോ? അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താ? പ്ലസ് 1 പഠിക്കണ്ടോ? x/9 + y/9 = 1 ആയിരിക്കും ഈ ലൈനിന്റെ ഇക്വേഷൻ. ഈ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ x/9 + y/9 = 1. മനസ്സിലായോ? ഒന്ന് പറഞ്ഞ x/1 + y/9 = 1. അതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? x + y = 9. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് y എന്ത് കിട്ടും? x + y = 9 ആണെങ്കിൽ y എന്ത് കിട്ടും? 9 - x. 9 - x. വെരി ഗുഡ്. അപ്പൊ ഈ yക്ക് f(x(y) ഈ yക്ക് എന്ത് ചെയ്യണം? 9 - x എന്ന് എടുക്കുമ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടും. മനസ്സിലായോ? ആ ഇക്വേഷൻ നമ്മൾ എഴുതി നോക്കാം. താഴേക്ക് വന്നിട്ട് ആ ഇക്വേഷൻ എഴുതി നോക്കാം. കണ്ട, ആ ഇക്വേഷൻ എഴുതി. ഇതാ ഈ ആ ഇക്വേഷൻ എന്ത് കിട്ടി? ആ ഇക്വേഷൻ ഒന്ന് വായിച്ചേ, വായിക്കേ. ഇത് 18x - 2x². 61 - 61 + 18x - 2x² അല്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ സലോണിയ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? എന്താ കേൾക്കാൻ? മറ്റു കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഹലോ
കേൾക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് കട്ടായി പോയായിരുന്നോ സലോണിയ? അപ്പൊ എഫ് ഓഫ് എക്സ് എക്സ് വൈക്ക് വൈക്ക് 9 - x കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കിട്ടും. മനസ്സിലായില്ലേ സലോണിയ? സലോണിയ കേൾക്കുന്നുണ്ടോ? മനസ്സിലായി. അപ്പൊ ആ ഇക്വേഷൻ കിട്ടും. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പൊ എക്സ് ഈക്വൽ ടു 9/2 എന്ന് കിട്ടും. വൈയോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 9/2 കിട്ടും. അപ്പൊ 9/2 മാക്സിമം മിനിമം ഉണ്ടാവും. അപ്പം എക്സിന് 9/2 വൈക്ക് 9/2 കൊടുത്തു കഴിഞ്ഞാൽ -41/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പൊ കുറെ വാല്യൂസ് കിട്ടി. എവിടെയൊക്കെയാ വാല്യൂസ് കിട്ടുന്നത്? ഇത് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പം സലോണിയ എത്ര എണ്ണം ഉണ്ടാവും ഇതിന്റെ അകത്ത്? മാക്സിമം മിനിമം എവിടെയൊക്കെയാണ് വരിക? 3 കോർണർ പോയിന്റിൽ അല്ലേ? പിന്നെ അതിന്റെ ഉള്ളില് പിന്നെ ഈ എക്സ് ആക്സിന്റെ മുകളിൽ, വൈ ആക്സിന്റെ മുകളിൽ, പിന്നെ ഹൈപ്പോട്ന്യൂസിന്റെ മുകളിൽ അല്ലേ? അപ്പൊ എത്ര എണ്ണം കിട്ടി? 3 കോർണർ പോയിന്റ് 3, പിന്നെ ഉള്ളില് 4, 3 ലൈനിലും കൂടെ കൂടിയിട്ട് 3, 4 + 3 7 വാല്യൂസ് കിട്ടും ഇല്ലേ? ഈ 7 വാല്യൂസിൽ ഒന്ന് മാക്സിമം ആയിരിക്കും, ഒന്ന് മിനിമം ആയിരിക്കും. മനസ്സിലായോ? ഒന്ന് ഏറ്റവും മാക്സിമം അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയും, ഏറ്റവും ചെറുതിനെ അബ്സല്യൂട്ട് മിനിമം എന്ന് പറയും. മനസ്സിലായില്ലേ? ഓക്കെ നമുക്ക് നോക്കിക്കണ്ട. ഏതാ നോക്കുക. അപ്പൊ ഇവിടെ കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാണ്? ഒന്ന് വായിച്ചേ. വാല്യൂസ് ഏതൊക്കെയാണെന്ന് വായിച്ചേ. 7 എണ്ണത്തിൽ കുറെ എണ്ണം റിപ്പീറ്റ് ചെയ്തു. 4 2 -61 3 -41/2. 1 2 3 4 5 രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 കോർണർ പോയിന്റിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് അപ്പൊ നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ എത്രയാ? മാക്സിമം വാല്യൂ 4 അല്ലേ? 4. അതേ എവിടെയൊക്കെ കിട്ടുന്നത്? 0-9ലും 9-0യിലുമാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. 4 ആണ്. മനസ്സിലായില്ലേ? മിനിമം വാല്യൂ -61 ആണ്. അത് എവിടെയാ കിട്ടുക? 1-1ൽ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നിങ്ങൾ മാക്സിമം മിനിമം കണ്ടു. ഓക്കെ, ഇതൊക്കെ നമുക്ക് അങ്ങനെ പോവാം. ഇതിൽ ബാക്കിയുള്ള പോയിന്റുകളെല്ലാം നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചോണം. മാക്സിമം മിനിമം ഇതിന്റെ മാക്സിമം, ഇതിന്റെ മിനിമം പോയിന്റ് ഏതാ? ഇതാണ്. ഇതിന്റെ മിനിമം പോയിന്റ് ഇവിടെയാണ്. അപ്പൊ ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. കണ്ടോ? ഇവിടെ ചോദിച്ചിട്ടുണ്ട് x² + y². അതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 2x + 2y. ഒരു പ്രാവശ്യം fx കൊണ്ട് ഡിഫറൻഷിയേറ്റ് 2x കിട്ടി, 2y കിട്ടി. ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0. അത് അതിന്റെ മിനിമം വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഇനി സ്റ്റേഷനറി പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറയാം. സ്റ്റേഷനറി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, സലോണിയ ഹലോ. സ്റ്റേഷനറി പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ വേർ ദ ഫംഗ്ഷൻസ് ഡെറിവേറ്റീവ് ഈസ് 0. ഡെറിവേറ്റീവ് 0 ആവുകയോ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നോ ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റേഷനറി പോയിന്റ് ഓർ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. സലോണിയ മനസ്സിലായോ? മനസ്സിലായി. സ്റ്റേഷനറി പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുകയോ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കും. അങ്ങനെ സ്റ്റേഷനറി പോയിന്റിൽ ഒന്നുകിൽ മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും. അല്ലെങ്കിൽ ഒരേ സമയത്ത് മാക്സിമമോ മിനിമമോ വരും. മാക്സിമം ആണെങ്കിൽ അതിന് സ്റ്റേഷനറി പോയിന്റിൽ എന്തൊക്കെ പറയും? സ്റ്റേഷനറി പോയിന്റിൽ ക്രിട്ടിക്കൽ പോയിന്റിൽ എന്തൊക്കെ സംഭവിക്കും? ഒന്നുകിൽ മാക്സിമം ആകാം, അല്ലെങ്കിൽ മിനിമം ആകാം. അല്ലെങ്കിൽ അത് മാക്സിമോ മിനിമോ ആകാം, അല്ലെങ്കിൽ പിന്നെ സാഡിൽ പോയിന്റ് ആകാം. എന്താണ് സലോണിയ സാഡിൽ പോയിന്റ്? മാക്സിമം
മിനിമം അല്ലെങ്കിൽ സാഡിൽ പോയിന്റ്. അങ്ങനെ കുറെ മാക്സിമം ഉണ്ടാകുമ്പോൾ അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുക. കുറെ മിനിമം കിട്ടുമ്പോൾ അതിൽ ഏറ്റവും ചെറുതിനെ അബ്സല്യൂട്ട് മിനിമം എന്ന് കിട്ടും പറയും. സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം മാക്സിമവും ആയിരിക്കും മിനിമവും ആയിരിക്കും. സാഡിൽ പോയിന്റ് ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. സാഡിൽ പോയിന്റ് ഇത് സലോണിയായി കാണുന്നുണ്ടോ? ഈ ഫിഗർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതാ ഈ പോയിന്റ്, ഇത് നമ്മൾ കുതിരപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ സൈക്കിളിന്റെ പുറത്തിരിക്കുന്ന സീറ്റിനെയാണ് സാഡിൽ എന്ന് പറയുന്നത്. ഇതാ ഇങ്ങനെ വരുമ്പോൾ ആ സെന്റർ പോയിന്റ് എന്താണ്? മിനിമം അല്ലേ? ഇങ്ങനെ പോകുമ്പോഴോ ആ സാഡിൽ പോയിന്റ് മാക്സിമം അല്ലേ? ആ പോയിന്റ് മാക്സിമം അല്ലേ? അപ്പൊ ഒരേ സമയം മാക്സിമവും ഒരേ സമയം മിനിമം വരും. ഇതിനെയാണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇതും ഒരു സ്റ്റേഷനറി പോയിന്റ് ആണ്, ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി പ്രോബ്ലം ഒക്കെ നിങ്ങൾ ചെയ്തോളാം. ഇനി ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം കൂടെ നമ്മൾ കാണിച്ചു തരും ഇതിൻ്റെ അകത്ത്. അതാണ് നിങ്ങൾ കാണേണ്ടത്. കണ്ടാ, ഇതാണ് ലോക്കൽ എക്സ്ട്രീമം. അയച്ചോണേ. ഈ ഡി എന്ന് പറയുന്നത് എന്ന് വായിച്ചേ. ഈ ഡി എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു എഫ് എക്സ് 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 നോട്ട് വൈ നോട്ട് ഇൻറ്റു എഫ് വൈ വൈ ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് എഫ് സ്ക്വയർ എക്സ് വൈ. അത് ഓക്കെ, അത് ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നത് കണ്ടോ? അതിന്റെ ഡിറ്റർമിനന്റ് എഫ് എക്സ് എക്സ് എഫ് എക്സ് വൈ എഫ് വൈ വൈയുടെ ഡിറ്റർമിനന്റിനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലായാ? അതിനെ നമ്മൾ ഡി എന്ന് പറയും. എന്താന്ന് പറയാ? ഡി. മനസ്സിലായാ? ഇനി ഡി സീറോയിൽ വലുതാണെന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? ഡി 1ഉം 2ഉം നോക്കിയേ, ഡി ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഇത് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കാണുന്നില്ലേ? ഗ്രേറ്റർ ദാൻ 0. 1ഉം 2ഉം ഡി ഗ്രേറ്റർ ദാൻ 0 ആണ്. ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1ൽ പറയുന്ന ഡി ഗ്രേറ്റർ ദാൻ 0 ആണ്. ഈ എഫ് എക്സ് എക്സും എഫ് വൈ വൈയും പോസിറ്റീവ് ആണെങ്കിൽ മിനിമം ആയിരിക്കും. ഇനി ഡി ഗ്രേറ്റർ ദാൻ 0 ആണ്. എഫ് എക്സ് എക്സും എഫ് വൈ വൈയും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ മിനിമം ആയിരിക്കും. മാക്സിമം. ഇനി ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ സാഡിൽ പോയിന്റ് ആയിരിക്കും. ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. മനസ്സിലായ സലോണിയ? ഒന്നും കൂടെ സലോണിയ പറയണം. ഡിയുടെ വാല്യൂ ഡി ഒന്നാമത്തെ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഡി എന്താണ്? ഡി ഗ്രേറ്റർ ദാൻ 0 ആണ്. പിന്നെ എഫ് എക്സ് വൈയും പോസിറ്റീവ് ആണെങ്കിൽ എഫ് റിലേറ്റീവ് മിനിമം ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇനി ഡി ഗ്രേറ്റർ ദാൻ 0യും എഫ് എക്സ് എസും എഫ് വൈ വൈയും നെഗറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മാക്സിമം. ഓക്കെ. ഇനി ഡി ലെസ് ദാൻ 0 എഫ് എക്സ് എക്സും എഫ് വൈ വൈയും ഓപ്പോസിറ്റ് സൈൻസിലാണെങ്കിൽ സാഡിൽ പോയിന്റ് ആയിരിക്കും. ഇനി ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ നോ കൺഫ്യൂഷൻ. ഇത്രയേ ഉള്ളൂ. ഒരു പ്രോബ്ലം മസ്റ്റ് 7 മാർക്കിന്റെ. മനസ്സിലായോ? ഒന്നുകിൽ നമ്മൾ നേരത്തെ ആ ട്രയാങ്കിളിന്റെ ചോദിച്ചതാകാം, അല്ലെങ്കിൽ ഇതായിരിക്കും. ഒരു പ്രോബ്ലം മസ്റ്റ് വളരെ ഈസി ആയിട്ട് കിട്ടും. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യും. ഇവിടെ നമുക്ക് എഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ഇതാ എഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? എഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ സ്റ്റേഷനറി പോയിന്റ് കണ്ടുപിടിക്കണം. സ്റ്റേഷനറി പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഫ് എക്സ് ഈക്വൽ ടു 0 എഫ് വൈ ഈക്വൽ ടു 0 എന്ന് ഇട്ടിട്ട് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു -1 -2 വൈ ഈക്വൽ ടു -2 എന്ന് കിട്ടി ഇല്ലേ സലോണിയ? അപ്പൊ -2 അതിന്റെ ഒരു സ്റ്റേഷനറി പോയിന്റ് ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് മാക്സിമം ആണോ മിനിമം ആണോ സാഡിൽ പോയിന്റ് ആണോ അതെയോ അതിനെ പറ്റി ഒന്നും പറയാൻ പറ്റിയാലേ എന്നാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഡി കണ്ടുപിടിക്കണം. ഡിയുടെ വാല്യൂ കണ്ട? ഡി എഫ് എക്സ് എക്സ് കിട്ടി, എഫ് വൈ വൈ കിട്ടി, എഫ് എക്സ് വൈ കിട്ടി. അപ്പൊ ഡിയുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചോണം. ഡിയുടെ വാല്യൂ എത്രയാ കിട്ടിയത്? 3 ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ? എഫ് എക്സ് എക്സിന്റെ വാല്യൂ എത്രയാ കിട്ടിയത്?
നെഗറ്റീവ്. FYY വാല്യൂ എത്രയാ കിട്ടിയത്? നെഗറ്റീവ്. രണ്ട് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ അത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഏത് കണ്ടീഷനാണ് ഉപയോഗിക്കുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാ റിലേറ്റീവ് മാക്സിമം. മനസ്സിലായോ? ഓക്കെ, അത്രയേ ഉള്ളൂ. 7 മാർക്കാ കിട്ടുക, 7 മാർക്കാ കിട്ടുക. കണ്ടോ? അതുപോലെ അടുത്ത പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ കുറെ ചെയ്യാനുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളാം. എക്സാമ്പിൾ നമ്പർ 9 ചെയ്ത് നോക്കൂലേ? എക്സാമ്പിൾ നമ്പർ 9 ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ നമ്പർ 9 നോ എക്സ്ട്രീമം വാല്യൂ ആണ് കിട്ടുന്നത്. എന്താണ് ഡിയുടെ വാല്യൂ? ഓക്കെ, ഡിയുടെ വാല്യൂ എത്ര കിട്ടിയത്? -1 ആണ്. -1 ആണെങ്കിൽ എന്തായിരിക്കും? ഇതാ ഡിയുടെ വാല്യൂ മൈനസ് ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിയുടെ വാല്യൂ മൈനസ് ആണെങ്കിൽ സാഡിൽ പോയിന്റ് ആണ്, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾ നമ്പർ 9ൽ ഡിയുടെ വാല്യൂ -1 ആണ്. അതുകൊണ്ട് വി കൺക്ലൂഡ് നോ ലോക്കൽ എക്സ്ട്രീമം, therefore is a സാഡിൽ പോയിന്റ്. മനസ്സിലായില്ലേ? സാഡിൽ പോയിന്റ് ആണ്. സലോണിയ മനസ്സിലായില്ലേ? അത് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 പോയിന്റ് കിട്ടും. 3 പോയിന്റ് കിട്ടും. ഇതാ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ സോൾവ് ചെയ്യുമ്പോൾ 3 വാല്യൂ കിട്ടും. ഏതൊക്കെയാണെന്ന് അറിയാവോ? ഒന്ന് 0 0, ഒന്ന് √3/2 0, ഒന്ന് -√3/2 0. 3 പോയിന്റ് കിട്ടും. മനസ്സിലായില്ലേ സലോണിയ? ഇനി ഈ 3 പോയിന്റിൽ നമ്മൾ ഓരോ പോയിന്റും എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചോണം. അതാണ് ഈ ഇവിടെ പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നമ്പർ 11 ഇത് നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം പോലെ തീർന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മാക്സിമം മിനിമം കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ്. ഇതൊക്കെ നമ്മൾ ട്രയാങ്കിളിന്റെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. മാക്സിമം മിനിമം കഴിഞ്ഞു കേട്ടോ. ഇത് സലോണിയ വീട്ടിൽ പോയിട്ട് അതിലെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ വീഡിയോ നോട്ട് എഴുതിയതല്ലായിരുന്നോ? വീഡിയോ നോട്ട് എഴുതി. ഇതിന്റെ അകത്തുനിന്ന് മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കുക, നിങ്ങൾ കൊറോണയൊക്കെ ആയിട്ട് ഈസി ആയിരിക്കും. ഒന്നുകിൽ നമ്മൾ ഈ ട്രയാങ്കിളിന്റെ എണ്ണം ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ മാക്സിമം മിനിമം ചോദിക്കും. ഈ രണ്ടെണ്ണമാണ് നമ്മൾ 7 മാർക്കിന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? നമ്മൾ ഒന്നുകിൽ ട്രയാങ്കിളിന്റെ ചോദിക്കും, അല്ലെങ്കിൽ ഇപ്പൊ കണ്ട ക്യാപിറ്റൽ ഡി കണ്ടിട്ട് ചോദിക്കും. 7 മാർക്കിന് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ചിലപ്പോൾ രണ്ടും ചോദിക്കും. 7 മാർക്കിന് ചോയ്സ് ഉണ്ടാവും. 7 മാർക്കിനല്ല 14 മാർക്കിന് ചോയ്സ് ഉണ്ടാവൂലേ? അപ്പൊ ചോദിക്കണം. പിന്നെ 3 മാർക്കിന് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടുപിടിക്കണം. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും വിഷമമുള്ളത് ഉണ്ടെങ്കിൽ അപ്പോഴേ ഒഴിവാക്കണം. അത് പഠിക്കണ്ട. സലോണിയ മനസ്സിലായില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം അപ്പോഴേ ഒഴിവാക്കിക്കണം. പിന്നെ അത് പഠിക്കാൻ നിൽക്കുന്നത്. നമുക്ക് ചോയ്സ് ഇഷ്ടം പോലെ കിട്ടും. വീഡിയോയിലുള്ള പ്രോബ്ലം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വീഡിയോയിലുള്ള പ്രോബ്ലത്തിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പൊ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയേക്കുക. അത് ഒഴിവാക്കി ബാക്കി പഠിച്ചാൽ മതി. നിങ്ങൾക്ക് 70 മാർക്കിന്റെ നിങ്ങൾക്ക് 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ഞാൻ ഇന്നിടും. സാധാരണ 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. നിങ്ങൾ 2.25 മണിക്കൂർ പരീക്ഷ എഴുതിയാൽ മതി. 70 മാർക്ക് കിട്ടിയാൽ ഫുൾ മാർക്കാണ്. ജയിക്കാൻ 28 മാർക്ക് കിട്ടിയാൽ മതിയാവും. കൊട്ടോ സലോണിയ? ജയിക്കാൻ 28 മാർക്ക്. എത്ര മണിക്കൂറാണ് പരീക്ഷ എഴുതേണ്ടത്? 2.25. 70 മാർക്കിന്റെയാണ് പരീക്ഷ. 70 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര ബുക്കിൽ വരും? 70 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റിൽ 100 വരിക കേട്ടോ. 1.42 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ 10/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് 28നെ 10/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 28നെ 10/7, 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 4 കിട്ടും, അല്ലേ? അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 40. അപ്പൊ 28 മാർക്ക് ഉണ്ടെങ്കിൽ 40 മാർക്ക് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ജയിക്കാൻ 28 മാർക്ക് മേടിച്ചാൽ മതി. വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ പരീക്ഷ എന്നാ? മാത്സിന്റെ പരീക്ഷ ലാസ്റ്റ് 29. അത് ആ ദിവസം എങ്ങനെയാ മനസ്സിലായത്? അന്ന് 29നും 30നും ഇല്ലേ പരീക്ഷ? അതിൽ ഏത് ദിവസമാണ് നിങ്ങൾ എങ്ങനെയാ മനസ്സിലായത്? സ്ലോട്ട് 1.
നിങ്ങളുടെ സ്ലോട്ട് എ അല്ലേ? ഡീറ്റെയിൽ ടൈം ടേബിൾ വന്നോ? ഇന്നലെ സിഗി മിസ് ഇട്ടിന്. അതിന്റെ അകത്തുള്ളത് എങ്ങനെയാ? എ എന്നല്ലേ ഉള്ളൂ. 29-നും 30-നും സ്ലോട്ട് എ അല്ലേ? അപ്പൊ ഒന്നുകിൽ 29-നായിരിക്കും അല്ലെങ്കിൽ 30-നായിരിക്കും നിങ്ങളുടെ പരീക്ഷ. മനസ്സിലായോ? ചിലപ്പോ ഈ മെക്കിനും സിവിലിനും ഒരു ദിവസമായിരിക്കും പരീക്ഷ. സർക്യൂട്ട് ബ്രാഞ്ചിന് നോൺ സർക്യൂട്ട് ചിലപ്പോൾ 29-ന് സർക്യൂട്ട് ബ്രാഞ്ചിനും 30-ന് നോൺ സർക്യൂട്ട് ബ്രാഞ്ചിനും ആയിരിക്കും. അല്ലെങ്കിൽ 29-ന് നോൺ സർക്യൂട്ട് ബ്രാഞ്ചിനും 30-ന് സർക്യൂട്ട് ബ്രാഞ്ചിനും ആയിരിക്കും കേട്ടോ. സലോണിയെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓരോ പരീക്ഷയും ആദ്യം ഏതാ പരീക്ഷ? ഡി ആണോ സി അല്ലേ? ആദ്യം സി അല്ലേ 9-ന് തുടങ്ങുന്നേ? ആദ്യം ഫിസിക്സ്. ഫിസിക്സ് ആണോ? ഓക്കെ ഓക്കെ. അത് നിങ്ങൾക്ക് 9-ന് നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടെന്ന് ഉറപ്പാണോ? സലോണിയ, ഞാൻ ചോദിക്കുന്നത് ബി എന്ന് പറയുന്ന സ്ലോട്ട് ബി എന്നൊക്കെയാണ് ബിയുടെ പരീക്ഷ? 2 ദിവസം സർ അങ്ങനെ നോക്കിയിട്ടില്ല. നമുക്ക് സ്ലോട്ട് ബി എന്നിട്ട് അങ്ങനെ തന്നത്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് 9-നും 9, 10, 11-നും പരീക്ഷയില്ല. 12-നും ബി തന്നെയാണ്. 9-നും 12-നും ബി ആണ് സ്ലോട്ട് അല്ലേ? അപ്പൊ പകുതി കുട്ടികൾക്ക് 9-ന് ഉണ്ടാവും, പകുതി കുട്ടികൾക്ക് 12-നായിരിക്കും കേട്ടോ. അത് ആർക്കാ എങ്ങനെയാ? പകുതി കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചില ബ്രാഞ്ചിന്, മിക്കവാറും നിങ്ങളുടെ സർക്യൂട്ട് ബ്രാഞ്ചിനായിരിക്കും 9-ന്, 12-ന് നോൺ സർക്യൂട്ട് ബ്രാഞ്ചിന് ആയിരിക്കാനാ സാധ്യത, അല്ലെങ്കിൽ വൈസ് വേഴ്സ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അത്ര ഓർത്തിരുന്നാൽ മതി, നമുക്ക് കിട്ടും. അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യണ്ട. ദെൻ വായിക്കേ ഡബിൾ ഇന്റഗ്രൽസ്. ഡബിൾ ഇന്റഗ്രൽ വളരെ സിമ്പിൾ ആണ്. ഇതാ ഡബിൾ ഇന്റഗ്രൽ ഒരു പ്രോബ്ലം ചെയ്യാം. എക്സാമ്പിൾ നമ്പർ 1 എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ചേ സലോണിയ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇവാലുവേറ്റ് ദ ഡബിൾ ഇന്റഗ്രൽ. ഡബിൾ ഇന്റഗ്രൽ r y square x dA അല്ലേ? dA എന്ന് പറഞ്ഞാൽ എന്താ? dy dx അല്ലേ? y square x നെ dy dx. x ന്റെ ലിമിറ്റ് എത്രയാ? തന്നിരിക്കുന്നത്? -3 to 2. y യുടെ ലിമിറ്റോ? 0 to 1. എന്നിട്ട് dy dx എന്നിട്ട് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്തോളുക. അത്രേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. x ന്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്, y യുടെ ലിമിറ്റ്. ഇത് ലിമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താലും കുഴപ്പമൊന്നും വരില്ല. അപ്പൊ എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തോണം കേട്ടോ. ഫ്യൂബിനിസ് തിയറം അനുസരിച്ച് ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ആൻസർ എത്ര കിട്ടി? -5/6 കിട്ടി. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ അടുത്തതും ചെയ്യില്ലേ? എക്സിന്റെ ലിമിറ്റ് എത്രയാ? വാട്ട് ഈസ് ദ ലിമിറ്റ് ഓഫ് എക്സ്? 0 to 2 -1 to 1. ഡി യുടെ സ്ഥാനത്ത് dy dx എന്ന് എഴുതുക. എന്നിട്ട് f of x y സ്ഥാനത്ത് ഇത് കൊടുക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യുക. +2 ലെവലിലുള്ള ഇന്റഗ്രേഷൻ ഉള്ള ആൻസർ എത്ര കിട്ടി? 4. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ അവിടെയൊക്കെ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു വിടുകയാണ്. അതെല്ലാം നമ്മൾ ഒഴിവാക്കി. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെയും ഇത് തന്നെയുണ്ട്, ഇവാലുവേറ്റ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യും. എക്സാമ്പിൾ നമ്പർ 10 എന്ന് നോക്കിയേ, വായിച്ചേ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 1 to 2 ഇന്റഗ്രൽ 0 to x dx dy by x square plus y square. ഓക്കെ. ആദ്യം നമ്മൾ y കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ x കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല. y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലിമിറ്റ് ഏതൊക്കെയാ കൊടുക്കുക? y യുടെ ലിമിറ്റ് ഇവിടെ എന്താ? 1 2. അല്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. y യുടെ ലിമിറ്റ് എപ്പോഴും എക്സിലും എക്സിന്റെ ലിമിറ്റ് y-ലും ആയിരിക്കും. മാറിപ്പോകരുത് കേട്ടോ. മനസ്സിലായോ? y യുടെ ലിമിറ്റ് എന്താണ് ഇവിടെ? y യുടെ ലിമിറ്റ് 0 to x. എക്സിന്റെ ലിമിറ്റോ? 1 to. that is very important. ഇതാ ഇങ്ങനെ ഞാനൊന്ന് ഇട്ടു, നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇവിടെ 0 to y, ഇവിടെ 1 to 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പറയാവോ y യുടെ ലിമിറ്റ് ഏതാ?
എന്ന് പറയാവോ സലോണിയ? വൈൻ്റെത് 0y. വൈയുടെ ലിമിറ്റ് വൈ എന്ന് എടുക്കുവോ? ഇല്ല, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. 0 to y ആണെങ്കിൽ അത് എക്സിന്റെ ലിമിറ്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ വൈയുടെ ലിമിറ്റ് എത്രയാ? 1 3. എക്സിന്റെ ലിമിറ്റോ? 0y. ഇനി ഞാൻ വേറൊന്ന് എഴുതാം. ഇത് ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനൊന്ന് എഴുതാം, അത് പറഞ്ഞോണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പറഞ്ഞോ സലോണിയ, പറഞ്ഞോ. സർ അത് ബി. ഇത് ബി. മുകളിലത്തെ എക്സ്. bx വൈൻ്റെയും വൈയുടെ ലിമിറ്റ് ബി ടു എക്സ്, എക്സിന്റെ ലിമിറ്റോ 4 to 7. ഓക്കെ, വെരി ഗുഡ്. മറന്നു പോകരുതേ. അപ്പൊ ഇവിടെ പറഞ്ഞോ, ഇവിടുത്തെ ലിമിറ്റ് പറ. എക്സിന്റെ വൈയുടെ ലിമിറ്റ് എന്താ? പറഞ്ഞു ഈ ഇക്വേഷൻ എക്സാമ്പിൾ നമ്പർ. വൈയുടെ ലിമിറ്റ് ഇൻ ടേംസ് ഓഫ് എക്സിലായിരിക്കും, എക്സിന്റെ ലിമിറ്റ് വൈയിലും ആയിരിക്കും, അല്ലേ? അപ്പൊ വൈയുടെ ലിമിറ്റ് എന്താ ഇവിടെ? 0 to x. മനസ്സിലായ സലോണിയ? നമ്മുടെ വൈയുടെ ലിമിറ്റ് 0 to x ഉം എക്സിന്റെ ലിമിറ്റ് 1 to 2 ആയിരിക്കും. ഇനി സലോണിയ ഇതാ ഈ എക്സിന് പകരം ഞാൻ ഇവിടെ വൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ലിമിറ്റ് എത്രയാ? 0 to y. വൈയുടെ ലിമിറ്റോ 1 to 2. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നിരിക്കുന്ന ഏതിന്റെ ലിമിറ്റ് ആണ്? വൈയുടെ ലിമിറ്റ് ഏതാണ്? 0 ഏതാണ്? വൈയുടെ ലിമിറ്റ് 0 to x. എക്സിന്റെ ലിമിറ്റോ 1 to 2. ഓക്കെ. അപ്പൊ ആദ്യം നിങ്ങൾ 0 to x വൈയുടെ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇനി ഇപ്പൊ ഇനി ഞാൻ വേറൊന്ന് എഴുതുന്നു. ഈ എക്സിന് പകരം 5 ആണെന്ന് വിചാരിക്കുക. അപ്പം നീ പറഞ്ഞ പോലെ തന്നെ ആദ്യം എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. എക്സിന്റെ ലിമിറ്റ് 0 to 5 ഉം വൈയുടെ ലിമിറ്റ് 1 to 2 ആണ്. മനസ്സിലായോ? കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഇന്റഗ്രേഷൻ ലിമിറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഉള്ളിലുള്ള ലിമിറ്റ് എടുക്കും. അത് കഴിഞ്ഞ് വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ പുറത്തുള്ള ലിമിറ്റ് എടുക്കും. മനസ്സിലായോ? ഒന്നും കൂടെ അത് കൺഫ്യൂഷൻ ആകരുത്. ഇതാ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്തുകൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ആദ്യം വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. അപ്പൊ വൈയുടെ ലിമിറ്റ് ഏതാ? വൈയുടെ ലിമിറ്റ് കൊടുത്തിട്ടുണ്ടോ? അത് കഴിഞ്ഞ് എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ ലിമിറ്റ് കൊടുത്തത് കണ്ടോ? ഓക്കെ. ഇത്രയേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമ്മൾ ഈ ഫിഗർ ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഇതൊക്കെ ചെയ്യുക. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇതാ, ഈ ഒരു പ്രോബ്ലമാണ്. ഒന്ന് വായിച്ചേ. Evaluate double integral xy dA. dA എന്ന് പറഞ്ഞാൽ എന്താണ്? dA എന്ന് പറഞ്ഞാൽ dx dy. ആദ്യം നമ്മള് ഇത് കണ്ട, ഇവിടെ ഞാൻ ഇങ്ങനെ ഇവിടെ വരയിട്ടിരിക്കുന്ന കണ്ട? ആ വരയിട്ടിരിക്കുന്നതിന്റെ ലോവർ ലിമിറ്റ് നോക്കണം, അപ്പർ ലിമിറ്റ് നോക്കണം. അതായത് അവന്റെ ലോവർ ലിമിറ്റിന്റെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് അതിന്റെ ലോവർ ലിമിറ്റ്. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താ? y = 1/2. ഈ മുകളിലത്തെ ഇക്വേഷൻ എന്താ? മുകളിലത്തെ ഇക്വേഷൻ ആണ് ഇത്. y = √x. അപ്പോൾ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു y കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ലിമിറ്റ് ഏതായിരിക്കും? 1/2x. വെരി ഗുഡ്. 1/2x to
root x. അതാണ് വേണ്ടത്, അതാണ് മനസ്സിലാകേണ്ടത്. മനസ്സിലായില്ലേ? 7 മാർക്സ് ഉണ്ടാവും, 7 മാർക്സ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എക്സ് കൊണ്ടല്ല ലിമിറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട, വൈ കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട. വൈയുടെ ലോവർ ലിമിറ്റ് ഹാഫ് എക്സും അപ്പർ ലിമിറ്റ് റൂട്ട് എക്സും. മനസ്സിലായോ? അത് കഴിഞ്ഞ് നമ്മൾ എന്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യും? എക്സിനെ കൊണ്ട്. എക്സിനെ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് കൊടുക്കുന്ന ഏതൊക്കെയാ? 2ഉം 4ഉം. ദാറ്റ് ഈസ് ഓൾ. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആൻസർ ആയി. ഇത് കണ്ട ഇവിടെ ചെയ്തിരിക്കുന്ന കണ്ട, ആദ്യം വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തു, ഹാഫ് എക്സും റൂട്ട് എക്സും. അതുകൊണ്ട് അത് കഴിഞ്ഞ് എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തു, 2ഉം 4ഉം. മനസ്സിലായോ? അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്നല്ലേ? അപ്പൊ നമ്മള് പെട്ടെന്ന് അത് ഡി എക്സ് ഡി വൈ അല്ലേ ആദ്യം ചെയ്യാ? അല്ല, ആദ്യം ഡി എക്സ് ഡി വൈ ഇത് കിട്ടൂല. ഇത് ഡി വൈ ഡി, അത് നിങ്ങൾ മാറ്റി എഴുതിക്കണം. അത് മാറ്റി എഴുതിക്കണം. ഡയഗ്രാം അറിയണം നിങ്ങൾക്ക്. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അറിയണ്ടേ? അത് ചില ഡയഗ്രത്തിന് നമുക്ക് എങ്ങനെ വേണേലും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ആദ്യം വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ആൻസർ കിട്ടുമ്പോ കോൺസ്റ്റന്റ് ആൻസർ കിട്ടൂല. അതിന് ബുദ്ധിമുട്ട് വരും. നിങ്ങൾ ആദ്യം ഇത് വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പിന്നെ എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താലേ ആൻസർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അത് നിങ്ങൾ ഓർത്തോണം. കാരണം ഇവിടെ അവസാനം ഇത് കണ്ട, ഇത് അതിന്റെ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം. ഇത് കണ്ട, ഈ ഇതിലൊന്ന് നോക്കിയേ സലോണിയ. ഇവിടെ ആൻസർ സലോണിയ പറയുന്ന പോലെ ആദ്യം ഇത് പുറത്ത് വരിക എന്ന് വിചാരിക്കുക, ഇത് പുറത്തിടുകയാണെന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? x/2 റൂട്ട് എക്സ് പുറത്താണെന്ന് വിചാരിക്കുക. അപ്പൊ ആൻസറിൽ അവസാനം എന്തുണ്ടാവും? ലിമിറ്റ് ഉണ്ടാവൂലേ? എക്സ് ഉണ്ടാവൂലേ ആൻസറില്? ഇവിടെ നമുക്ക് ആൻസറിൽ എക്സ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഔട്ടറിൽ എന്താ ഉള്ളത്? 2ഉം 4ഉം അല്ലേ? അത് വേണം. അതാണ് ഇമ്പോർട്ടന്റ്. അത് മനസ്സിലാക്കിക്കോണം. നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ച ഡൗട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഇന്റഗ്രല്, ഇങ്ങനെ ഒരു ഇന്റഗ്രല്. ഇവിടെ 0 to 3, ഇവിടെ 4 to y. ആദ്യത്തെ ലിമിറ്റ് എന്താ സലോന? 0 to 3 അല്ലേ? 3. രണ്ടാമത്തെ ലിമിറ്റോ? 4 to y. ഇതിന്റെ ആൻസറിൽ എന്തുണ്ടാവും? y ഉണ്ടാവും. അത് മതിയോ നമുക്ക്? അപ്പൊ 0 to 3 പുറത്തിടും, 4 to y ഉള്ളിലിട്ടിട്ട് എക്സിന്റെ ലിമിറ്റ് y കൊടുക്കും. അതാണ് യഥാർത്ഥത്തിലുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ 0 to 3 ഈ 4 to y എന്ന് പറയുന്നത് എന്തിന്റെ ലിമിറ്റ് ആണ്? ഈ 4 to y എന്ന് പറയുന്നത് എന്തിന്റെ ലിമിറ്റ് ആണ്? എക്സിന്റെ ലിമിറ്റ്. ഓക്കെ, വെരി ഗുഡ്. 0 to 3 എന്ന് പറയുന്നത് എന്തിന്റെ ലിമിറ്റ് ആണ്? വൈന്റെ ലിമിറ്റ്. ഓക്കെ. അതാണ്. അതിന് ഞാൻ അടുത്തത് പ്രോബ്ലം, അതങ്ങ് പോട്ടെ. ഞാനൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അത് ഓക്കെ. ഞാൻ നോക്കട്ടെ. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തു. സലോണി, ഈ പ്രോബ്ലം ഒന്ന് വായിച്ചേ. ഡബിൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഓവർ ദ റീജിയൻ എസ് ഇൻ വിച്ച് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഇതെന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇതിന്റെ ഫിഗർ ഞാനൊന്ന് വരയ്ക്കാം. ഇതാ ഇങ്ങനെ. ഇത് എക്സ് ആക്സിസ്, ഞാൻ കർസർ, ഇത് വൈ ആക്സിസ്. മനസ്സിലായോ? എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ വലതുവശത്തേക്ക്. ഇത് കണ്ടാ, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ വലതുവശത്തേക്ക്. വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ മുകളിലേക്ക് അല്ലേ? ഇനി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ വരയ്ക്കണം. അത് വരയ്ക്കാൻ പറ്റുമോ? അതിന്റെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x/1 പ്ലസ് y, ഇതാ x പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ്. അപ്പം x/1 പ്ലസ് y/1 ഈക്വൽ ടു 1.
എന്ന് പറയുന്നത്. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് ഏതാ? 1-ലല്ലേ? അതെ. വൈ ഇന്റർസെപ്റ്റോ 1-ലല്ലേ? അപ്പൊ ഇതാണ് ഇതാണ് ആ ലൈൻ. ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അല്ല, ലൈനിന്റെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ്. അതിന്റെ ഉള്ളിലുള്ള ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. അതിന്റെ ഉള്ളിലുള്ള ഭാഗം ഇതാ, ഈ ഷെയ്ഡഡ് ചെയ്ത പോർഷൻ ആണ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ഷെയ്ഡഡ് പോർഷൻ ആണ്. മനസ്സിലായ? മനസ്സിലായ സലോഡിയ? മനസ്സിലായി. അപ്പൊ ഈ പോയിന്റ് ഏതാ? ഈ പോയിന്റ് ഇതിന്റെ എക്സ് പോയിന്റ് ഏതാ? അത് 1 0. 1 0. വെരി ഗുഡ്. 1 0. ഇതിന്റെ y 1 0. 0 1. നമ്മൾ ഇത് 0 1. മനസ്സിലായ? 0 1 മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിനെ ഈ ഉള്ളിൽ ഞാൻ ഷെയ്ഡ് ചെയ്ത പോർഷനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത പോർഷനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രിപ്പ് എടുക്കാം. അത് നോക്കാം. ഇങ്ങനെ ആദ്യം ഇതാ ഞാൻ ഇറേസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. സലോണിയ നോക്കിക്കോണം. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സലോണിക്ക് ഇഷ്ടമുള്ള പോലെ ആദ്യം സലോണിക്ക് ഇഷ്ടം y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനാണോ എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനാണോ ഇഷ്ടം? ഇഷ്ടം പോലെ. എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സിന്റെ ലിമിറ്റ് എടുക്കണം. മനസ്സിലായോ? എക്സിന്റെ ലിമിറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു എക്സിന്റെ ഒരു ഇതെടുക്കണം. എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ ലിമിറ്റ് ഇതാ ഇങ്ങനെ ഒരു കഷ്ണം എടുക്കണം. ഇങ്ങനെ ഒരു കഷ്ണം എടുക്കണം. അപ്പൊ അതിന്റെ ലോവർ ലിമിറ്റ് ഇവിടെ എക്സിന്റെ ലോവർ ലിമിറ്റ് എത്രയാ? 0. അപ്പർ ലിമിറ്റോ? ഈക്വേഷൻ അല്ലല്ല 1 ഇവിടെയാണ്. 1 മൈനസ് x അല്ല 1 മൈനസ് y. ഓക്കെ, വെരി ഗുഡ്. അപ്പം 0 to 1 മൈനസ് y ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എക്സ് കൊണ്ടാണ്. അപ്പൊ dx. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ y-യുടെ ലിമിറ്റ് ഏതാ? 0 മുതൽ 0 to 1. മനസ്സിലായോ? 0 to 1 dy. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ y എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആണ് എടുക്കുക. മനസ്സിലായില്ലേ? ഇനി നമുക്ക് y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. എളുപ്പം y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് സ്ട്രിപ്പ് എടുക്കും? വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കാവുള്ളൂ. അപ്പൊ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്തു. ഇതാണ് വെർട്ടിക്കൽ സ്ട്രിപ്പ്. ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിന്റെ ലോവർ ലിമിറ്റ്, അപ്പൊ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് y ആണ്. അതിന്റെ ലോവർ ലിമിറ്റ് എത്രയാ y-യുടെ? 0. അപ്പർ ലിമിറ്റോ? 1 മൈനസ് x. 1 മൈനസ് x. വെരി ഗുഡ്. 1 മൈനസ് x. അത് y കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? എക്സിന്റെ ഇത് കൊടുക്കും. എക്സിന്റെ ഇന്റഗ്രേഷൻ ലിമിറ്റ് ഏതൊക്കെയാ? 0 to 1. ഓക്കെ. കണ്ടാ? എങ്ങനെ വേണേലും ചെയ്യാം. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. മനസ്സിലായില്ലേ? ഈ രണ്ട് തരത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്താലും കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെയായിരിക്കും. മനസ്സിലായോ? രണ്ട് തരത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്താലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒന്നായിരിക്കും. ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആയിരിക്കും കിട്ടുക. മനസ്സിലായോ? ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടുക രണ്ട് തരത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്താലും. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇല്ലെങ്കിൽ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? അതിന്റെ ഉള്ളിലുള്ള ഏരിയ ആയിരിക്കും കിട്ടുക. 1 ആണെങ്കിൽ ഇപ്പൊ 1 അല്ല ഇവിടെയുള്ളത്, വേറെ ഉണ്ട് അല്ലേ സലോഡിയ? മനസ്സിലായില്ലേ? മനസ്സിലായി. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയാ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്? ആദ്യം എക്സ് കൊണ്ടോ വൈ കൊണ്ടോ? വൈ കൊണ്ടാണോ? അല്ല, എക്സ് കൊണ്ട്. എക്സിന്റെ ലിമിറ്റ് ഏതാ നോക്കിയിരിക്കുന്നത്? ആദ്യം പറഞ്ഞിരിക്കുന്ന പോലെയാണ്. ആദ്യം പറഞ്ഞിരിക്കുന്നതാണ്. എക്സിന്റെ ലിമിറ്റ് ഏതാ എടുത്തിരിക്കുന്നത്? ഹൊറിസോണ്ടൽ. അത് എക്സിന്റെ ലിമിറ്റ് നോക്കിയേ. 0 to 1 മൈനസ് y. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തു? 0 to 1.
വൈയുടെ ലിമിറ്റ് 0 to 1. അപ്പൊ ആൻസർ കിട്ടി. കണ്ടാ ഇത് കണ്ട ആൻസർ കിട്ടിയത് കണ്ടാ? 1/6. That is all. അപ്പൊ നമ്മൾ അതും കഴിഞ്ഞു, അടുത്തും കഴിഞ്ഞു. അത് ചെയ്ത് നോക്കണം കേട്ടോ, അത് ചെയ്ത് നോക്കണം. 13 പ്രോബ്ലം നിങ്ങൾ വളരെ സിമ്പിൾ ആണ് ആ പ്രോബ്ലങ്ങളൊക്കെ. ഓക്കെ, ഇനി നമ്മള് മൊഡ്യൂൾ 3-ലെ വായിക്കേ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ്. ഒന്ന് വായിച്ചേ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഒന്നും കൂടി ഇവിടെ അടുത്ത ചാപ്റ്ററിലാണെന്നുള്ളത് നേരത്തെ അവിടെ പറഞ്ഞു. ഇതും അത് തന്നെയാണ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ സലോണിയ. റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. ഇത് കണ്ടോ, ഈ ഇന്റഗ്രേഷൻ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചിലപ്പം ഈ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ഓർഡർ മാറ്റിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തോളൂ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ്. റിവേഴ്സ് ഇവിടെ ഇതാണ് ഒരു പ്രോബ്ലം. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സലോണിയ പ്രോബ്ലം വായിച്ചേ. Integral 0 to integral x to 2 minus x by y dy dx. റീജിയൻ പറഞ്ഞേ. 0 less than or equal to x less than or equal to 1, x less than or equal to y less than or equal to 2 minus x. ഓക്കെ ഓക്കെ ഓക്കെ, ഇതാണ് ഇതാണ് ഇതിന്റെ ഫിഗർ എക്സിന്റെ അതിന്റെ ഫിഗർ ആണ് നമ്മള്. എക്സ് ഇതിന്റെ ഫിഗർ ഏതൊക്കെയാന്ന് നോക്കുക. എക്സ് ഈക്വൽ ടു 0 ഇതുണ്ടോ, ഇത് റീജിയൻ ബൗണ്ടഡ് ബൈ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, y ഈക്വൽ ടു 0, y ഈക്വൽ ടു 2 മൈനസ്. അപ്പൊ ഇതാണ് ഈ ഫിഗർ ആണ്, ഇതാണ് ഫിഗർ. അത് നോക്കണം, മനസ്സിലായോ? എക്സിന്റെ വാല്യൂ എന്താണ്? എക്സിന്റെ വാല്യൂ ആ ഫിഗർ ഒന്നും കൂടെ ഞാൻ കാണിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾ പഠിക്കും. ഏറ്റവും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഇതാണ്. എക്സിന്റെ ലിമിറ്റ് എവിടുന്ന് എവിടം വരെയാ വരുന്നത് നോക്കിയേ. 0 to 1. അപ്പൊ എക്സിന്റെ ഇത് 0, ഇത് 1. ഈ ലൈൻ ഈ ലൈൻ എക്സിന്റെ ലിമിറ്റ് ഈ ലൈൻ വരെ. ആ ഫിഗർ വരയ്ക്കുന്നത് ഞാൻ പറയുന്നത് ഈ ലൈൻ വരെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൈയുടെ ലോവർ ലിമിറ്റ് ഏതാ? x. y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ ഏതാ? ഇതാണ് ആ ലൈൻ. ഇത് കണ്ട, ഈ ലൈനെയാണ് നമ്മൾ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. മനസ്സിലായ സലോണിയ? മനസ്സിലായ സലോണിയ? ഹലോ സലോണിയ, ഹലോ കേൾക്കുന്നുണ്ടോ? കട്ടായി പോയാ? ഹലോ, എന്താണ്? ഇല്ല, കട്ടായില്ല. ഹലോ കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഹലോ മറ്റു കുട്ടികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഹലോ സലോണിയ കേൾക്കുന്നുണ്ടോ? ഹലോ മറ്റു കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഹലോ സലോണിയ, ആരെങ്കിലും കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഹലോ സർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നേരത്തെ കട്ടായി പോയോ? ചെറുങ്ങനെ. ക്ലിയർ ആയി വന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് കേട്ടോ.
ഈ ട്രയാങ്കിളിന്റെ എക്സിന്റെ ലോവർ ലിമിറ്റ് എത്രയാ? 0. അപ്പർ ലിമിറ്റ് 1. അപ്പർ ലിമിറ്റ് 1. വൈയുടെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ലൈനാണ്. ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ? y ഈക്വൽ ടു എക്സ്. മനസ്സിലായാ സലോണിയ? ഈ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് ആണ്. ഈ ലൈനിന്റെ ഇക്വേഷൻ ആ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 2 മൈനസ് എക്സ് ആണ്. അപ്പൊ y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു 2 മൈനസ് എക്സും കൂടെ സോൾവ് ചെയ്യാം. y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു 2 മൈനസ് എക്സും കൂടെ സോൾവ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 2 മൈനസ് എക്സ്, y ഈക്വൽ ടു എക്സ് ഇവിടെ കൊടുക്കുക. അപ്പൊ x ഈക്വൽ ടു 2 മൈനസ് എക്സ്, അപ്പൊ 2x ഈക്വൽ ടു 2. അപ്പൊ x ഈക്വൽ ടു 1, y ഈക്വൽ ടു 1 എന്നിട്ട് ഇവിടെ ഇന്റർസെക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിന്റെ മുകളിൽ കൂടിയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ ട്രയാങ്കിളിന്റെ മുകളിൽ കൂടിയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആ ട്രയാങ്കിളിന്റെ മുകളിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായി ഈ ട്രയാങ്കിളിനെ നമ്മൾ 2 ഹാഫ് ആയിട്ട് എടുക്കും. ഈ ട്രയാങ്കിളിനെ 2 ഹാഫ് ആയിട്ട് എടുക്കും. ഒന്ന് ഇതും ഈ ഭാഗവും R1ഉം ഒന്ന് R2ഉം. R1ഉം R2ഉം രണ്ടായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. 2 സമ്മായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. R1ഉം R2ഉം രണ്ടായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. താഴെ ലോവർ 1 R1 and upper 1 R2. ലോവർ 1 R1 and upper 1 R2. ലോവർ 1നെ നമ്മൾ എക്സ് ആക്സിസ് കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. അതായത് ഈ ലൈനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അവിടെ പ്രത്യേകത എക്സിന്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ഈ ലൈനാണ്. അപ്പൊ y x ഈക്വൽ ടു y ആണ്. അത് കഴിഞ്ഞ് വൈയുടെ ലോവർ അത് കഴിഞ്ഞ് വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. ഇതാണ് R1ന്റെ ഇന്റഗ്രേഷൻ ലിമിറ്റ്. ദെൻ R2ന്റെ ഇന്റഗ്രേഷൻ ലിമിറ്റ്. R2ന്റെ ഇന്റഗ്രേഷൻ ലിമിറ്റിൽ ആദ്യം x കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് എക്സിന്റെ 0, അപ്പർ ലിമിറ്റ് ഈ എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അപ്പർ ലിമിറ്റ് 2x ഈക്വൽ ടു 2 മൈനസ് y ആയിരിക്കും അപ്പർ ലിമിറ്റ്. 2 മൈനസ് y ആയിരിക്കും അപ്പർ ലിമിറ്റ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഈ ലൈനിന്റെ ഇക്വേഷൻ ഈ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 2 മൈനസ് x എന്നാണ് ഈ ലൈനിന്റെ ഇക്വേഷൻ. അപ്പോൾ എക്സിന്റെ അപ്പർ ലിമിറ്റ് 2 മൈനസ് y ആണ്. അത് കഴിഞ്ഞ് y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. വൈയുടെ ലോവർ ലിമിറ്റ് ഇതാ 1 ആണ്. ഇതാണ് വൈയുടെ ലോവർ ലിമിറ്റ് 1. വൈയുടെ അപ്പർ ലിമിറ്റ് 2. സലോണിയെ കേൾക്കുന്നുണ്ടോ? ഓക്കെ. വൈയുടെ ലോവർ ലിമിറ്റ് 1, അപ്പർ ലിമിറ്റ് 2. വൈ എക്സിന്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2 മൈനസ് y. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതുണ്ടോ? വൈയുടെ ഇതാ എക്സിന്റെ ലോവർ ലിമിറ്റ് ഇതാ രണ്ടാമത്തത്. ഇത് R2, ഇത് R1. R1ഉം R2ഉം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ എക്സിന്റെ ലോവർ ലിമിറ്റ് എക്സിന്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് y. വൈയുടെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് എക്സിന്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2 മൈനസ് y. ഇതാണ് 2 മൈനസ് y. ഇതാണ് 2 മൈനസ് y. ദെൻ വൈയുടെ രണ്ടാമത് വൈയുടെ ലോവർ ലിമിറ്റ് ഇത് 0 അല്ല 1 ആണ്. അത് ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അതാണ് ഇന്റഗ്രേഷൻ ലിമിറ്റ്. ഇത് നമ്മൾ ഓരോന്നും ഇങ്ങനെ ചെയ്യും. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റി ചെയ്യാം. ഇതാ ഈ ഇന്റഗ്രേഷൻ ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്യാനായി ഇവിടെ നിങ്ങൾ പ്രോബ്ലം ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഈ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്യണം. സലോണിയ കേൾക്കുന്നുണ്ടോ? ഹലോ, കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. കേൾക്കുന്നുണ്ടെങ്കിൽ പറയണം, ഉടനെ പറയണം. ഇതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ ഏരിയയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ ഏരിയ 2 തരത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യത്തേത് എന്താണ്? ആദ്യത്തെ നമ്മൾ എക്സ് കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ?
എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്? ഇവിടെ 0 അല്ലേ? അപ്പർ ലിമിറ്റ് എക്സിന്റെ അപ്പർ ലിമിറ്റ് y. അപ്പൊ ഇത് എക്സ് കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ y കൊണ്ട് എക്സ് കൊണ്ടല്ല y കൊണ്ട് സലോണിയ മനസ്സിലാകുന്നുണ്ടോ? ഇത് y കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ y ഈക്വൽ ടു 0 ഇവിടെ എടുക്കും, ഇവിടെ y ഈക്വൽ ടു x എന്നെടുക്കും, y ഈക്വൽ ടു x എന്നെടുക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അപ്പൊ y ഈക്വൽ ടു 0 ടു x എടുക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യും? അത് കഴിഞ്ഞ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. എക്സിന്റെ ലിമിറ്റ് ഏതൊക്കെയായിരിക്കും സലോണിയ? 0 ടു 1, x ഈക്വൽ ടു 0, x ഈക്വൽ ടു 1. ഇതാണ് ഒരു ഇന്റഗ്രേഷൻ. അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇവിടെ ആദ്യം എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. സലോണിയ കേൾക്കുന്നുണ്ടോ? എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിന്റെ ലിമിറ്റ് y ആണ്. എക്സിന്റെ ലിമിറ്റ് y ആണ്. y മുതൽ എക്സിന്റെ ലിമിറ്റ് അപ്പർ ലിമിറ്റ് 1 വരെയാണ്. അത് കഴിഞ്ഞ് y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 ടു 1 വരും. 0 ടു 1 വരും. സലോണിയ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ആദ്യം എക്സ് കൊണ്ടാണ് ചെയ്യുന്നത്, dx. അത് കഴിഞ്ഞ് y കൊണ്ട് ചെയ്യും. അതാണ് ഇമ്പോർട്ടന്റ്. y കൊണ്ട് ചെയ്യും dy. ഇതോ ആദ്യം ഹൈറ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ ആദ്യം dy കൊണ്ട് ചെയ്യും. അത് കഴിഞ്ഞ് dx കൊണ്ട് ചെയ്യും, x കൊണ്ട് ചെയ്യും. ഇതാണ് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നമ്മൾ ഇവിടെ ഇത് നിർത്തുകയാണ്. ദെൻ സലോണിയ വായിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് സർ. ഫൈൻഡിങ് ഏരിയാസ് ആൻഡ് വോളിയംസ്. ഏരിയാസ് ആൻഡ് വോളിയം. ഏരിയ കാണുന്നത് എങ്ങനെയാണ്, വോളിയം കാണുന്നത് എങ്ങനെയാണെന്നാണ്. വളരെ സിമ്പിൾ ആണ് ഏരിയ കാണാനായിട്ട്. എന്ത് ചെയ്താൽ മതി? ഇത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Find the area enclosed between x equal to 5, x equal to 10 and y equal to x and y equal to 5 plus x. അപ്പം x equal to 5 and x equal to 10 ഇതാണ്. y equal to ഇതുണ്ടോ? അപ്പൊ x equal to 5, x equal to 10 ഇത് രണ്ട് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ y equal to x, y equal to 5x, 5 plus x. ആദ്യം സലോണിയ അപ്പൊ ഏത് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം? y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y യുടെ ലോവർ ലിമിറ്റ് എത്രയാണ്? x. അപ്പർ ലിമിറ്റോ? 5 plus x. x ന്റെ ലോവർ ലിമിറ്റോ? 5. അപ്പർ ലിമിറ്റ് 10. അല്ലാതെ ഇത് മാറ്റി എടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടൂല കേട്ടോ. ഇത് നമുക്ക് dy dx പോലെ dx dy എന്ന് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി. കാരണം പുറത്ത് വരേണ്ടത് എന്നാ, പുറത്ത് ഏറ്റവും ഔട്ടർ രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. ഇതാ ഇതിനെ y equal to x square. ഇതാ ഫൈൻഡ് ദ ഏരിയ. ഇതിന്റെ ഏരിയയാണ് കാണേണ്ടത്. ഇതിന്റെ ഏരിയ കാണാനായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിന്റെ ഏരിയ കാണാനായിട്ട് ചെയ്യുന്ന മെത്തേഡ് എന്താണ് ചെയ്യുന്നത്? ഒന്ന് വായിച്ചേ. Bounded between the curve y equal to x square above x axis and below the line y equal to 2. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. y equal to 2. ഓക്കെ, അപ്പം നമ്മള് ഇത് ഇവിടെ y equal to 2 എന്ന് പറയുന്ന ലൈൻ ഇതാണ് y equal to 2 എന്ന് പറയുന്ന ലൈൻ. y equal to x square എന്ന് പറയുന്നത് y equal to x square മുതൽ y equal to x square എന്ന് പറയുന്നത് ഇതാണ് y equal to x square എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പാണ് എടുക്കുന്നത്, ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്തിട്ട് ചെയ്യാം. y equal to ഇതിപ്പോ ഇങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ സലോണിയ കാണുന്നുണ്ടോ?
ആ കാണുന്നുണ്ട്. ഇതാ ഇങ്ങനെയൊരു സ്ട്രിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ താഴേക്ക് ഒരു സ്ട്രിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. താഴേക്ക് ഒരു സ്ട്രിപ്പ് എടുക്കുമ്പോൾ വൈയുടെ ലോവർ ലിമിറ്റ് എത്രയാണ് സലോണിയ? എക്സ് സ്ക്വയർ. മനസ്സിലായോ? ഇതല്ലേ വൈ, ഇതാണ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കർവ്, പരാബോള. അപ്പൊ വൈയുടെ ലോവർ ലിമിറ്റ് ഇതാണ്. അത് എക്സ് സ്ക്വയറിലാണ് മുട്ടുന്നത്. വൈയുടെ അപ്പർ ലിമിറ്റ് എന്താ? 2. സലോണിയ മനസ്സിലായോ? മനസ്സിലായി. വൈയുടെ ലോവർ ലിമിറ്റ് ഏതാ? എക്സ് സ്ക്വയർ. അപ്പർ ലിമിറ്റോ? 2. എക്സിന്റെ ലോവർ ലിമിറ്റ് ഏതാ? എക്സിന്റെ ലോവർ ലിമിറ്റ് കാണാനായി ഇവിടെ ഈ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഈക്വൽ ടു 2 കൂടെ സോൾവ് ചെയ്യുക. y ഈക്വൽ ടു എക്സ് സ്ക്വയറും y ഈക്വൽ ടു 2 കൂടിയാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ y ഈക്വൽ ടു 2 ആൻഡ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഈ വൈയുടെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പം 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ആണെങ്കിൽ x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √2. അപ്പൊ ഇത് മൈനസ് √2ഉം ഇത് പ്ലസ് √2 ആയിരിക്കും. മനസ്സിലായ സലോണിയ? മനസ്സിലായി. അപ്പം എക്സിന്റെ ലിമിറ്റ് ഏതൊക്കെയാ? മൈനസ് √2ഉം പ്ലസ് √2ഉം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെയും ഇത് പല മെത്തേഡ് ചെയ്യാം. സലോണിയ വേണമെങ്കിൽ ഒരു മെത്തേഡ് ഇതാ, ഈ വലത് വശത്തുള്ള ഈ ഏരിയയുടെ ഏരിയ കാണുക, എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സലോണിയ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. വലത് വശത്തുള്ള ഇത് കണ്ടിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വൈയുടെ ലിമിറ്റ് എക്സ് സ്ക്വയർ മുതൽ വൈയുടെ ലിമിറ്റ് 2 വരെ പോകും. എക്സിന്റെ ലിമിറ്റ് 0 മുതൽ √2 വരെ ആയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കാം. ഇവിടെ ഞാൻ അങ്ങനെയാ വരച്ചിരിക്കുന്നത്. ഈ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിന്റെ ഈ ഏരിയയാണ് ആദ്യം കാണാൻ പോകുന്നത്. വലത് വശത്തുള്ള ഏരിയ കാണും. അപ്പൊ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുത്തു. ഈ ഹൊറിസോണ്ടൽ സ്ട്രിപ്പില് എക്സിന്റെ വാല്യൂ എത്രയാണ് സലോണിയ? എക്സിന്റെ വാല്യൂ എത്രയാണ്? 0. എക്സിന്റെ വാല്യൂ 0. ഇനി ഇവിടെയോ എക്സിന്റെ വാല്യൂ എത്രയാണ്? y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ √y. മനസ്സിലായോ? √y. അപ്പൊ എക്സിന്റെ വാല്യൂ 0 മുതൽ √y വരെ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. √y വരെ. പിന്നെ വൈയുടെ ലിമിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ വൈയുടെ ലിമിറ്റ് ഇതേതാ? വൈയുടെ ലിമിറ്റ് 0 അല്ലേ? 0 മുതൽ വൈയുടെ ലിമിറ്റ് 2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. 0 മുതൽ 2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ വലത് വശത്തുള്ള ഏരിയ കിട്ടും. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫുൾ ഏരിയ കിട്ടും. മനസ്സിലായ സലോണിയ? ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. ദെൻ ട്രിപ്പിൾ ഇന്റഗ്രലാണ്. സലോണിയ മനസ്സിലായ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ട്രിപ്പിൾ ഇന്റഗ്രൽ വോളിയം കാണാനായിട്ടാണ്. ട്രിപ്പിൾ ഇന്റഗ്രൽ വോളിയം കാണാനുള്ള ഫോർമുല എന്ന് നോക്കിയേ. ട്രിപ്പിൾ ഇന്റഗ്രൽ വോളിയം കാണാനുള്ള ഫോർമുല ഞാൻ പറയാവേ, അത് താഴേക്ക് വരുന്നുണ്ട്. ട്രിപ്പിൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇതാ. എക്സാമ്പിൾ നമ്പർ 1 ഒന്ന് വായിച്ചേ സലോണിയ. Evaluate integral 0 to 1, integral 0 to 2, integral 0 to 2 x square yz dz dy dx. ഓക്കെ. ഇങ്ങനെ തന്നാൽ ആദ്യം z കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തോളുക, പിന്നെ y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തോളുക, പിന്നെ x കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തോളുക കേട്ടോ. ഇന്റഗ്രേഷന്റെ താഴെ മുകളിലും ഒക്കെ ഉള്ളത് കോൺസ്റ്റന്റ് ആണ്. അതാണ് ഇതാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ. 3 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആദ്യം z കൊണ്ട്, പിന്നെ y കൊണ്ട്, പിന്നെ x കൊണ്ട്. ഇതും അതുപോലെ തന്നെ. ഇവിടെ നിങ്ങൾ ആദ്യം എന്തുകൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? dz. z കൊണ്ട്. z ന്റെ ലോവർ ലിമിറ്റ് എത്രയാ? 0 to √xy. √xy അല്ലേ? അത് കഴിഞ്ഞ് y കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. y യുടെ ലോവർ ലിമിറ്റ് എത്രയാ? 1/x. അപ്പർ ലിമിറ്റോ? 1.
അത് കഴിഞ്ഞ് എക്സ് കൊണ്ടിൽ ഇത് അപ്പൊ 1 ഉം 3 ഉം. അപ്പൊ ഏറ്റവും പുറത്ത് കിടക്കുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നിങ്ങൾ ഓർമ്മ വേണം. ഓക്കെ അതങ്ങനെ ചെയ്തോളുക. ഇതെന്താന്ന് നോക്കിയേ, ഇവാലുവേറ്റ് ഉണ്ടോ? ഇത് dx dy dz ആണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ 1/x + y + z + 1 ഹോൾ ക്യൂബ് ഇൻറ്റു dx dy dz എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. x + where v is the volume bounded by the plane x = 0, y = 0, z = 0 and x + y + z = 1. x + y + z = 1. ഒറ്റ മിനിറ്റ്, z = 1. ഓക്കെ, ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് സലോണിയ, ഇവിടെ എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും ലോവർ ലിമിറ്റ് 0 0 0 തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എക്സിന്റെയും വൈയുടെയും ലോവർ ലിമിറ്റ് എത്രയാ? 0 0 0 0 അല്ലേ? ഇനി സെഡിന്റെ അപ്പർ ലിമിറ്റ് കാണാനായി ഇതിനകത്ത് സെഡ് കണ്ടുപിടിച്ചേ. 1 - x - y. അതാണ് സെഡിന്റെ അപ്പർ ലിമിറ്റ്. മനസ്സിലായോ? ഇനി വൈയുടെ അപ്പർ ലിമിറ്റ് കണക്കാക്കാനായിട്ട് XY പ്ലെയിൻ എടുക്കുക. അപ്പൊ ഇത് 0 ഈ 0 ഇത് 0 എന്ന് കൊടുക്കണം. അപ്പോൾ വൈയുടെ അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? 1 - x. വെരി ഗുഡ്. ഇനി എക്സിന്റെ അപ്പർ ലിമിറ്റ് കൊടുക്കാനായിട്ട് വൈക്ക് 0 കൊടുക്കും. അപ്പൊ എത്രയാ? 1 - x. 1 വൈക്ക് 0 കൊടുക്കണം, സെഡിന് 0 കൊടുക്കണം. അപ്പൊ x = എത്രയാ? x = 1. അതാണ് ചെയ്യുന്നത്. കണ്ടോ? അതായത് നോക്കിയ കണ്ടോ? ഇത് കണ്ടോ? ലിമിറ്റുകൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ? മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നിട്ട് ഇതിനെ ആദ്യം സെഡ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ y കൊണ്ട് ചെയ്യുക, പിന്നെ x കൊണ്ട് ചെയ്യുക. സലോണിയ മനസ്സിലായോ? മനസ്സിലായി. ഇനി ഈ സാധനം എന്താണെന്നറിയാവോ? ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഇത് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ഈ ഫിഗർ എന്താണെന്നറിയാവോ? ഇതിന് നമ്മള് ടെട്രാഹിഡ്രൺ എന്നാ പറയാ. എന്താണ്? ടെട്രാഹെഡ്രൺ. നീ ഒരു ഫ്ലോറ് രണ്ട് വശത്തും ഭിത്തി, ഒരു ഫ്ലോറ് രണ്ട് വശത്തും ഭിത്തി. അപ്പൊ ഒരു ഭിത്തിയുടെ മൂലയ്ക്ക് ഇതാണ് ഈ ഭിത്തിയുടെ മൂല. ഈ ഭിത്തിയുടെ മൂലയില് എക്സും വൈയും സെഡും എന്തായിരിക്കും? 0. മനസ്സിലായോ? എന്നിട്ട് എക്സ് ആക്സിൽ ഒരു യൂണിറ്റ് എടുക്കുക. എക്സ് ഒരു ഭിത്തിക്കകത്ത് ഒരു യൂണിറ്റ് എടുക്കുക, അത് എക്സ് ഭിത്തി. രണ്ടാമത്തെ ഭിത്തി വൈ ഭിത്തി, മറ്റേ ഭിത്തിയിൽ ഒരു യൂണിറ്റ് എടുക്കുക. പിന്നെ ഹൈറ്റ് അത് സെഡ് ഭിത്തി, അവിടെയും 1 എടുക്കുക. അപ്പൊ ആദ്യം എടുത്തിരിക്കുന്ന 1 ഇതാണ്, രണ്ടാമത് വൈ ഭിത്തിക്ക് എടുത്തിരിക്കുന്ന 1 ഇതാണ്, സെഡ് ഭിത്തിക്ക് എടുത്തിരിക്കുന്ന 1 ഇതാണ്. എന്നിട്ട് ഈ 3 പോയിന്റ് കൂടിയും ഒരു ചെരിവ് പലക ചെരിച്ചു വെക്കുക. മനസ്സിലായോ സലോണിയ? മനസ്സിലായി സർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെട്രാഹെഡ്രൺ വിത്ത് സൈഡ് 1. മനസ്സിലായില്ലേ? ടെട്രാഹെഡ്രൺ വിത്ത് സൈഡ് എത്രയാ? 1 ഒരു യൂണിറ്റ് അല്ലേ എടുത്ത? ഒരു യൂണിറ്റ് അല്ലേ? ഇതാ ഒരു യൂണിറ്റ്. ടെട്രാഹെഡ്രൺ വിത്ത് സൈഡ് എത്രയാ? 1. ഇനി ചില സമയത്ത് നമുക്ക് ഈ 1ന്റെ സ്ഥാനത്ത് എ തരും. അപ്പൊ എന്തായിരിക്കും? ടെട്രാഹെഡ്രൺ വിത്ത് എ. ഇത് രണ്ടുമാ നിങ്ങളോട് ചോദിക്കും. എ ആണെങ്കിൽ ഈ 1ന്റെ സ്ഥാനത്തൊക്കെ എ ഇടണം. ദാറ്റ് ഈസ് ഓൾ. 1ന്റെ സ്ഥാനത്തൊക്കെ എ ഇടണം. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇതാ ടെട്രാഹെഡ്രൺ ഇവിടെ ചെയ്ത് കഴിഞ്ഞ ആൻസർ എന്ത് കിട്ടി? ഇത് കിട്ടി. ആൻസർ ഇത് കിട്ടി. ഇനി നമുക്ക് സലോണിയ ഈ ടെട്രാഹെഡ്രന്റെ വോളിയം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി എന്നറിയാവോ സലോണിയ? ഇതിനെ 1 എടുത്താൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു 1 എന്ന് എടുക്കുക. 1 എന്ന് എടുക്കുക. മനസ്സിലായോ? 1/x + y + z + 1 എന്നുള്ള 1 എന്ന് എടുക്കുക. ഇത് 1 എന്ന് എടുക്കുക. അപ്പൊ ഇതെന്തായി? ട്രിപ്പിൾ ഇന്റഗ്രൽ
dx dy dz എന്നിടും. അപ്പൊ എന്ത് കിട്ടും? ഈ ടെട്രാഹെഡ്രന്റെ വോളിയം കിട്ടും. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി നമ്മൾ വോളിയം കാണാൻ നേരത്തെ അതാ പറയുക. അതുകൊണ്ട് മറന്നു പോകരുത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് കണ്ടോ? ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. ഇതൊക്കെ ആ ഒരു പ്രോബ്ലം ചെയ്യുന്നതാണ്. ഞാൻ ഒരു പ്രോബ്ലം കൂടെ ഇവിടെ ചെയ്ത് ഇതാണ്. ഇതൊന്ന് വായിച്ചേ സെലോണിയ. Find the volume of the region D enclosed by the surfaces z equal to x square plus 3y square and z equal to 8 minus x square minus y square. ഇതൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. ഇത് നിങ്ങളുടെ ആന്റന്റെ ടെസ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതൊരു മുകളിലേക്ക് വെച്ചിരിക്കുന്ന ഒരു കൊട്ട, ഇത് കമത്തി വെച്ചിരിക്കുന്ന ഒരു കൊട്ട. ഈ രണ്ട് കൊട്ടയുടെ ഫിഗർ കണ്ട. മുകളിലത്തെ കൊട്ട ഏതാണ്? മുകളിലത്തെ കൊട്ടയാണ് ഇത്. മുകളിലത്തെ കൊട്ടയുടെ ഇക്വേഷൻ ഒന്ന് വായിച്ചേ. Z equal to 8 minus x square minus y square. അതാണ് ഈ കൊട്ട. കണ്ട ഈ കൊട്ട കണ്ട. ഇനി താഴത്തെ കൊട്ടയുടെ ഇക്വേഷൻ ഒന്ന് വായിച്ചേ. x square plus 3y square. അതാണ് ഈ കൊട്ട. കണ്ടോ? x square plus 3y square. മനസ്സിലായില്ലേ? ഈ രണ്ട് കൊട്ടയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ തന്നിരിക്കുന്ന പോയിന്റ്. ഇതുണ്ട്, ഈ തന്നിരിക്കുന്ന പോയിന്റ് ഈ രണ്ട് കൊട്ടയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ സെഡിന്റെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ഏതാണ്? ലോവർ ലിമിറ്റ് ഇത്, അപ്പർ ലിമിറ്റ് ഇത്. ഒന്ന് പറഞ്ഞേ സെലോനിയ, സെഡിന്റെ ലോവർ ലിമിറ്റ് എത്രയാ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് വോളിയമാണ്. x square plus 3y square. അപ്പർ ലിമിറ്റോ? 8 minus x square minus y square. വെരി ഗുഡ്. ഇനി വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കണം. വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇത് രണ്ടും ഒന്നായിട്ട് എടുക്കുക. മനസ്സിലായോ? അപ്പൊ എന്തെടുക്കണം? 8 minus x square minus y square equal to x square plus 3y square എന്ന് എടുക്കുക. അത് രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ അത് രണ്ടും തുല്യമായിട്ട് എടുത്തു. ഇത് കണ്ടോ, ഇത് രണ്ടും കൂടെ തുല്യമായിട്ട് എടുത്തു. അപ്പൊ എന്ത് കിട്ടി? x square plus 2y square equal to 4 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പൊ വൈയുടെ ഇതിനകത്ത് y എന്ത് കിട്ടി? 2y square equal to 4 minus x. ഇത് കിട്ടി. വൈയുടെ രണ്ട് ലിമിറ്റ് കിട്ടിയത് കണ്ടോ? വൈക്ക് രണ്ട് വാല്യൂ കിട്ടും, പ്ലസ് ഓർ മൈനസ്. 2y square ആണ്. അപ്പൊ വൈക്ക് രണ്ട് വാല്യൂ ഉണ്ടാവും, ഒന്ന് പ്ലസും ഒന്ന് മൈനസും. മനസ്സിലായോ? അപ്പൊ വൈയുടെ ലോവർ ലിമിറ്റ് എത്രയാ? ലോവർ ലിമിറ്റ് ഏതാ? ഒന്ന് വായിച്ചേ. minus root 4 minus x square by 2. അപ്പർ ലിമിറ്റോ? root 4 minus x square by 2. അതാണ് വൈയുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. അത് കഴിഞ്ഞ് ഈ വൈ ഇങ്ങ് എടുത്തു കളയുക, ഇത് 0 ആക്കുക. അപ്പൊ x square equal to എന്ത് കിട്ടി? 2 minus 2. x square equal to 4, x equal to plus or minus 2. അതാണ് x ന്റെ ലിമിറ്റ്. കണ്ടോ? സെലോണിയ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ x ന്റെ ലിമിറ്റ് കിട്ടി. ഇത് രണ്ട് കൊട്ട തന്നിരിക്കുന്ന കൊട്ടയുടെ ഇക്വേഷൻ, ആ രണ്ട് കൊട്ടയും കൂടെ സോൾവ് ചെയ്യുമ്പോൾ വൈയുടെ ലിമിറ്റ് കിട്ടി. y equal to 0 കൊടുത്തു കഴിയുമ്പോൾ x ന്റെ ലിമിറ്റ് കിട്ടി. ആൻസർ കിട്ടി. ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഇത് കണ്ടോ? 8π√2. ഇത് നിങ്ങൾ ഇത്രേ എഴുതി വെച്ചാൽ, സലോണിയ ഇതുവരെ എഴുതി വെക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതുവരെ എഴുതി വെച്ചാൽ 7 മാർക്ക് ഉണ്ടെങ്കിൽ ഇതുവരെ എഴുതി വെച്ചാൽ 4 മാർക്ക് കിട്ടും കേട്ടോ. 4ഓ 5ഓ കിട്ടും മാർക്ക്. പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലം ചെയ്തോളുക, എന്നിട്ട് ഇത് ചെയ്തോളുക. മനസ്സിലായോ സെലോണിയ? മനസ്സിലായി സർ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതാണ് നിങ്ങൾക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരുന്നതാണ്. ഇത് കണ്ടോ? ഇനി ഇത് കണ്ട, ഇതും അതുപോലെ തന്നെ. ഇതെന്താ? ഇത് നിങ്ങളുടെ ആന്റന്റെ ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലമാണ്. ആന്റന്റെ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ഒന്ന് വായിച്ചേ. Use a triple integral to find the volume of the solid within the cylinder x square plus y square equal to 9 and between the planes z equal to 1 and x plus z equal to 5. ഓക്കെ. അപ്പൊ സെഡിന്റെ ലിമിറ്റ് പറ. പടമൊന്നും നോക്കണ്ട. 5 minus 6. ഇതാണ് 1. സെഡിന്റെ ലിമിറ്റ് ഇത് 1. ഇതായി ഹൈറ്റ് ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്നതിന്റെ സെഡിന്റെ ലിമിറ്റ് എത്രയാണ്?
5 മൈനസ് എക്സ് കണ്ട സെറ്റിന്റെ ലിമിറ്റ് കണ്ട ഇവിടെ കണ്ട സെറ്റിന്റെ ലിമിറ്റ് 1 ഉം 5 മൈനസ് എക്സും. വെരി ഗുഡ്. വൈയുടെ ലിമിറ്റോ? വൈയുടെ ലിമിറ്റ് പറ. 9 minus x square. y square equal to 9 minus x square. അപ്പൊ വൈയോ 9 minus x square. രണ്ട് റൂട്ടിലെ പ്ലസ് ഓർ മൈനസ് y equal അപ്പൊ എന്താ y square തെറ്റിപ്പോരുത്. y square equal to 9 minus x square. അപ്പം വൈയുടെ റൂട്ട് എന്താണ്? റൂട്ട് 9 minus x square. പോരാ പോരാ. മൈനസ് റൂട്ട് 9 minus x square. മൈനസും പ്ലസും കിട്ടും അല്ലേ? അപ്പൊ ലോവർ ലിമിറ്റ് ഏതാ? മൈനസ്. അപ്പർ ലിമിറ്റോ? പ്ലസ്. ഇനി എക്സിന്റെ ലിമിറ്റ് പറ. റൂട്ട് 9 minus y square. y equal to 0 കൊടുക്കണം. പിന്നെ x equal to -3 plus 3. ഓക്കെ വെരി ഗുഡ്. ഒന്നും കൂടെ പറ. സെഡിന്റെ ലിമിറ്റ് പറ. ക്വസ്റ്റ്യൻ കണ്ടാൽ ഉടനെ പറയണം. ഞാനൊന്ന് വായിക്കട്ടെ. സെഡിന്റെ ലിമിറ്റ് പറ. സെഡിന്റെ ലിമിറ്റ് 7 മാർക്കാണ്. 7 മാർക്കാണ്. സെഡിന്റെ ലിമിറ്റ് പറ. 1 to 5 minus x. വൈയുടെ ലിമിറ്റ് പറ. റൂട്ട് 9 minus x square. പ്ലസ് ഓർ മൈനസ് മൈനസ് റൂട്ട് 9 minus x square to പ്ലസ് റൂട്ട് 9 minus x square. അങ്ങനെ തന്നെ എഴുതണം. എക്സിന്റെ ലിമിറ്റ് പറ. x equal to -3 or +3. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്നിട്ട് എന്താ? അപ്പം 3 വോളിയമാണ്. അപ്പൊ 3 എണ്ണം ഇങ്ങനെ എഴുതണം. എന്നിട്ട് dz dy മനസ്സിലായോ? dx സലോണിയ മനസ്സിലായി? ഇത് ഇങ്ങനെ എഴുതണം. വോളിയം കാണാനായിട്ടുള്ള ഫോർമുലയാണ്. ട്രിപ്പിൾ ഇന്റഗ്രൽ dz dy dx. എക്സ് സെഡിന്റെ ലിമിറ്റ് എടുക്കുക, വൈയുടെ ലിമിറ്റ് എടുക്കുക, എക്സിന്റെ ലിമിറ്റ് എടുക്കുക. ഇതാണ് ഇത് അവിടെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് കണ്ട? ചെയ്തിട്ടിരിക്കുന്ന കണ്ട? അത് ചെയ്യണം. ഇത്ര എഴുതി വെക്കുക. ഇതുവരെ വളരെ സിമ്പിൾ ആണ്. പിന്നെ +2 ഇന്റഗ്രേഷൻ. ഇത് +2 ഇന്റഗ്രേഷൻ ആണ്. ഓക്കെ. ഇപ്പൊ നമ്മളിവിടെ സലോണിയ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. കണ്ടാ? വായിച്ച് കണ്ടേ നോക്കിയേ. റെക്ടാങ്കുലർ, സിലിണ്ടറിക്കൽ ആൻഡ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്. റെക്ടാങ്കുലർ കോർഡിനേറ്റിലാണെങ്കിൽ എക്സ് വൈ സെഡ് എന്താ പറയുക? മനസ്സിലായ? സിലിണ്ടറിക്കൽ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? സെഡിന് മാറ്റമൊന്നുമില്ല. ഹൈറ്റ് ആണ്. സെഡ് എന്ന് പറയുന്നത് എന്താണ്? ഉയരമാണ്. എക്സും വയ്യൂല. എക്സിന് പോലെ നമ്മള് ഈ റേഡിയസ് ആണ് പറയുക. ഈ സിലിണ്ടറിന്റെ റേഡിയസ് ആണ് 6. ആംഗിൾ ആണ് തീറ്റ. മനസ്സിലായില്ലേ? അപ്പം 6 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ്. സിലിണ്ടറിന്റെ റേഡിയസ്. തീറ്റ എന്ന് പറഞ്ഞാലോ ആംഗിള്. അപ്പൊ ഇവിടെ നമ്മള് എക്സ് എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ എന്ന് എടുക്കും. വൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ എന്ന് എടുക്കും. മനസ്സിലായോ? എക്സിന്റെ വാല്യൂ എന്താണ്? ആർ കോസ് തീറ്റ. വൈയുടെ വാല്യൂ ആർ സൈൻ തീറ്റ. ഡിആറിന്റെ ഡിവൈ ഡിഎക്സിന് പോലെ എന്തെടുക്കും? ആർ ഡി ആർ ഡി തീറ്റ. മനസ്സിലായോ? ഡിവൈക്ക് പോലെ എന്തെടുക്കും? ഡിഎക്സ് ഡിവൈ ഡിഎക്സ് ആർ ഡി ആർ ഡി തീറ്റ. ഡി സെഡിന്റെ സ്ഥാനത്ത് മാറ്റമൊന്നുമില്ല. മനസ്സിലായോ? ഡി സെഡിന് മാറ്റമൊന്നുമില്ല. സെഡ് രണ്ടും ഒന്ന് തന്നെയല്ലേ? സെഡിന് മാറ്റമൊന്നുമില്ല. സെഡ് എന്ന് പറഞ്ഞ ഉയരം, ഹൈറ്റ്. എക്സ് എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ, വൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ. ഡിവൈ ഡിഎക്സിന് പകരം ആർ ഡി ആർ ഡി തീറ്റ എന്ന് എടുത്തോളുക. ദാറ്റ് ഈസ് ഓൾ. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി ഇത് സ്പിയർ ആണ്. സ്പെറിക്കൽ ആണെങ്കിൽ സ്പിയർ ആണ്. സ്പിയറിന് റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്പിയറിന്റെ റേഡിയസ് ആണ്. മനസ്സിലായോ? റോ മനസ്സിലായ സെലോണിയ? റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ സ്പിയറിന്റെ റേഡിയസ് ആണ്. ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുത്ത ഈ രണ്ടാമത്തെ ഇവിടെ എടുത്ത തീറ്റ തന്നെയാണ് ഇവിടെയും തീറ്റ. മനസ്സിലായോ? ഓക്കെ. ഈ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ആക്സ് ആയിട്ടുള്ള ആംഗിളിനെയാണ് ഫൈ എന്ന് പറയുന്നത്. മനസ്സിലായോ? സെഡ് ആക്സ് ആയിട്ടുള്ള ആംഗിളിനെയാണ് ഫൈ എന്ന്. ഇത് തമ്മിലുള്ള കൺവേർഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. കൺവേർഷൻ ഇത് തമ്മിലുള്ള കൺവേർഷൻ നിങ്ങൾ ഓർത്തിരിക്കണം.
റിലേഷൻ ബിറ്റ്വീൻ സിലിണ്ടറിക്കൽ ആൻഡ് കോർഡിനേറ്റ് x equal to എന്താണ്? r theta z. r cos theta അല്ലേ? x ഉം y ഉം z ഉം r theta z. x equal to r cos theta, y equal to r sin theta. മനസ്സിലായോ? തീറ്റയുടെ വാല്യൂ എങ്ങനെ എടുക്കുക? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y by x എന്ന് എടുക്കാം. r സ്ക്വയർ എന്ന് പറഞ്ഞാൽ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഓർത്തിരുന്നണം, പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർത്തിരുന്നണം. ഇനി വേറൊന്ന്, ഇവിടെ ഇത് നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ സ്പെറിക്കൽ ആണ്. x എന്ന് പറഞ്ഞാൽ എന്താണ്? റോ സൈൻ ഫൈ കോസ് തീറ്റ. മനസ്സിലായോ? y എന്ന് പറഞ്ഞാലോ? റോ സൈൻ ഫൈ സൈൻ തീറ്റ. z എന്ന് പറഞ്ഞാലോ? റോ കോസ് ഫൈ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പ്രോബ്ലം സോൾവ്. വളരെ സിമ്പിൾ ആണ് ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. നമ്മളൊരു പ്രോബ്ലം എടുത്ത് സോൾവ് ചെയ്യും വളരെ സിമ്പിൾ ആയിട്ട്. ഇതാ ഇതില് വായിക്കേ സലോണിയ, വായിക്കേ. Use triple integration in cylindrical coordinates to find the volume of the solid G that is bounded above by the hemisphere Z equal to root 25 minus x square minus y square, below by the xy plane, and laterally by the cylinder x square plus y square equal to 9. ഓക്കെ. ഇതാ ആ സാധനം കണ്ട, ഇത് കണ്ട, ഇതിന്റെയാണ് വോളിയം കാണേണ്ടത്. മനസ്സിലായോ? ട്രിപ്പിൾ ഇന്റഗ്രൽ dz dy dx ആണ്. സെഡിന്റെ ലിമിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. സെഡിന്റെ ലിമിറ്റ് ഇവിടെ എത്രയാ തന്നിരിക്കുന്നത്? സെഡിന്റെ ലിമിറ്റ് 0 മുതൽ റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ്. മനസ്സിലായില്ലേ? സെഡിന്റെ ലോവർ ലിമിറ്റ് എത്രയാ? കോർഡിനേറ്റ് പ്ലെയിൻ ആണ്. കോർഡിനേറ്റ് below by the okay സെഡിന്റെ ലോവർ ഇതിന്റെ ലോവർ ലിമിറ്റ് എത്രയാ? സെഡ് ഈക്വൽ ടു 0 അല്ലേ? അപ്പർ ലിമിറ്റോ? root 25 minus x square minus y square. ഓക്കെ. അത് മനസ്സിലായില്ലേ? റൂട്ട് 0 ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ഇതാണ് റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. പിന്നെ നമ്മൾ എടുക്കേണ്ട y ആണ്. ഇതാ ഇനി പിന്നെ എടുക്കേണ്ട ഇതാ സലോണിയ, മറന്നു പോകരുത്. ഈ സിലിണ്ടറിനെ നമ്മൾ ഇതാണ്, ഈ എക്സിനെയും വൈനെയും നമ്മൾ എന്ത് ചെയ്യണം? ആറിലേക്കും തീറ്റയിലേക്കും മാറ്റണം. മനസ്സിലായോ? ഇതൊരു സർക്കിളാണ്. പിന്നെ നമ്മൾ ഇനി നമ്മൾ ഈ സർക്കിളാണ് എടുക്കേണ്ടത്. ഹൈറ്റ് എടുത്തു. ഹൈറ്റ് ഏതാണ്? 0 മുതൽ ഹൈറ്റ് എത്രയാണ് കിട്ടിയത്? 0 മുതൽ 0 to root 25 minus x square minus y square. പിന്നെ നമുക്ക് കിട്ടുന്ന ഈ സർക്കിളാണ്. ഈ സർക്കിൾ കണ്ട? ഈ സർക്കിളിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്താ? x square plus y square equal to 9. x square plus y square equal to 9. അപ്പൊ റേഡിയസ് എത്രയാ? 3 അല്ലേ? x square plus y square equal to 3 square അല്ലേ? x square plus y square equal to r square എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ r 3 ആണ്. അപ്പൊ r എത്രയാണ്? ഇവിടെ 3 ആണ്. അപ്പൊ നമ്മള് x equal to എന്തെടുക്കണം? r cos theta. മനസ്സിലായോ? r cos theta എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കിട്ടുക? 3 cos theta. വയ്യോ? r sin theta. മനസ്സിലായില്ലേ? ആറിലേക്കും തീറ്റയിലേക്കും കൺവേർട്ട് ചെയ്യണം. തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ റൗണ്ട് ഉണ്ട്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഒരു ഫുൾ റൗണ്ട്. അപ്പൊ തീറ്റ എന്താ? 0 to 2π. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് ട്രിപ്പിൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ സെഡ് എന്താ? 0 to 25 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ അല്ലേ? ഇതാണ്ട ഈ സെഡ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സ് ഇതാ 25 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, ഈ അതിനകത്ത് മൈനസ് പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? ആർ സ്ക്വയർ. അപ്പൊ ഇത് കിട്ടിയത് മനസ്സിലായില്ലേ? അപ്പൊ സെഡ് ഈക്വൽ ടു 25 മൈനസ് ആർ സ്ക്വയർ. ലോവർ ലിമിറ്റ് 0. മനസ്സിലായോ? ഇനി ആറിന്റെ ആണ് എടുക്കേണ്ടത്. ആർ എന്ന് പറഞ്ഞാൽ എത്രയാ? ആറിന്റെ മാക്സിമം റേഡിയസ് എത്രയാണ്? 3 അല്ലേ?
0 മുതൽ 3 വരെ അല്ലേ? ആ. ആറിന്റെ വാല്യൂ എത്ര? 0 മുതൽ 3 വരെ. തീറ്റയുടെ വാല്യൂ 0 മുതൽ 2π വരെ. 0 to 2π. അപ്പൊ ഒന്ന് പറഞ്ഞേ, സെഡിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞേ. 0 to √25 minus r square. ആറിന്റെ ലിമിറ്റോ? 0 to 3. തീറ്റയുടെ ലിമിറ്റോ? 0 to 2π. ഇനി ഒരു പകുതി കഷ്ണം ഉള്ളെന്ന് വിചാരിക്കുക. ഇതിന്റെ മുകളിലത്തെ ഈ കഷ്ണം മാത്രമേ ഉള്ളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ ലിമിറ്റ് എന്തായിരിക്കും? 0 to π. ഇനി ഇതിന്റെ 4 ഉള്ളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ ലിമിറ്റ് 0 to π/. ഇനി റേഡിയസ് 4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ r എന്തായിരിക്കും? 0 to 4. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടാ ഇവിടെ ചെയ്തിരിക്കുന്നുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നുണ്ടോ? 0 to 3. ആറിന്റെ ലിമിറ്റ് 0 to 3. തീറ്റയുടെ ലിമിറ്റ് ഇത് നമ്മുടെ ഫോർമുല എന്തായിരിക്കും? dz dA അല്ലേ? dz dy dx. സെഡിന് മാറ്റുന്നില്ല. ഡിക്ക് പോലെ എന്ത് എഴുതണം? ഡി എന്ന് പറഞ്ഞാൽ dy dx അല്ലേ? dr dθ. r dr dθ അല്ലേ? ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? r dr dθ. ഓക്കെ, അത് മാറിപ്പോവരുത്. ഈ r മാറിപ്പോവരുത്. ഇത് മനസ്സിലായില്ലേ? വോളിയം കാണുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? dz r dr dθ. ഒന്ന് പറഞ്ഞേ, dz മാറ്റമില്ല. r dz dr dθ. r dz dr dθ. ഒന്ന് പറഞ്ഞേ, വോളിയം കാണുമ്പോൾ സിലിണ്ടറിക്കലുള്ള ഫോർമുല എന്ന് പറഞ്ഞേ. r dz dr dθ. r മാറിപ്പോവരുത് കേട്ടോ. r മാറിപ്പോവരുത്. അതാണ് ഇമ്പോർട്ടന്റ്. സിലിണ്ടറിക്കൽ r dz dr dθ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത്. ഒന്നും കൂടെ സലോണിയ പറഞ്ഞേ. സിലിണ്ടറിക്കൽ ഏരിയയുടെ v equal to r dz dr dθ. അപ്പൊ സെഡിന്റെ ലിമിറ്റ് നമുക്ക് സാധാരണ പോലെ തരും. ഉയരം തന്നിട്ടുണ്ടാവും. ഉയരം ആ സിലിണ്ടറിന്റെ ഉയരമായി ഒറ്റ പ്രോബ്ലം ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് കിട്ടുക. നിങ്ങൾ ഫോർമുല എഴുതി വെച്ചാൽ തന്നെ മാർക്കാൻ. ഇങ്ങനെ ഒരു സിലിണ്ടർ ഇവിടെ ഇതാ ട്രിപ്പിൾ
is R D I think full Okay. But to forget what the open solid G without so I know ഇതിന്റെ ഈ ഐസ്ക്രീം നിങ്ങൾക്ക് ഈ അപ്പൊ
അപ്പൊ Hello, sir. Hello, sir. Clear ഇല്ല പറയുന്നതൊന്നും. ഹലോ Hello. പറയുന്നതൊന്നും ക്ലിയർ ഇല്ല സർ. ഇല്ല സർ. കേൾക്കുന്നുണ്ടായിട്ടില്ല. ഹലോ ക്ലിയർ ഇല്ല സർ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഇല്ല ഹലോ സർ കേൾക്കുന്നുണ്ട് പക്ഷെ ക്ലിയർ ആവുന്നില്ല. പറയുന്നത് തിരിയുന്നില്ല. ഹലോ last problem.
evaluate. Use the code to evaluate. Sector. Hello. Okay. It is Satya